ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ പഠിച്ച് തേർഡ് മോഡ്യൂൾ എത്തി. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കുറെ അത്യാവശ്യമൊക്കെ ജാവ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് തേർഡ് മോഡ്യൂളിലുള്ള ടോപ്പിക്സ് ഇന്റർഫേസസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ആണ്. അതിലിപ്പോൾ ഇന്റർഫേസ് വെച്ചിട്ട് തുടങ്ങാം. ഫസ്റ്റ് ടോപ്പിക് അല്ലേ. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്ലാസ്സസ് പഠിച്ചു. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എക്സ്ട്രാ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അതിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സാധാരണ ക്ലാസ്സിനെ പോലെ. പിന്നെ അതിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിൽ നമ്മൾ മെത്തേഡിന്റെ ബോഡി ഡിഫൈൻ ചെയ്യില്ല, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ ആ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ കൊടുക്കുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ അതിന് ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ബോഡി ഡിഫൈൻ ചെയ്യുക ആ ഒരു മെത്തേഡിന്റെ. ഇന്റർഫേസും ഏകദേശം അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ പോലെ ഒരു സംഭവം തന്നെയാണ്. പറഞ്ഞ ഇന്റർഫേസിന് നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്റർഫേസസ്, അതായത് നമുക്ക് ഇന്റർഫേസസ് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല സാധാരണ ക്ലാസ്സിനെ പോലെ. ആൻഡ് അത് സിമിലർ ടു അബ്സ്ട്രാക്ട് ക്ലാസ്സസ് തന്നെ. ഇനി അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ സാധാരണ മെത്തേഡ്സും വെക്കായിരുന്നു. പക്ഷെ ഇന്റർഫേസിൽ അത് പറ്റില്ല. ഇന്റർഫേസിൽ നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ വെക്കാൻ പറ്റൂ. പറഞ്ഞാൽ ഒരു മെത്തേഡിനും അതിന്റെ ബോഡി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു ഇന്റർഫേസിന്റെ ഉള്ളിൽ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ക്ലാസ് ഡിഫൈൻ ചെയ്യണ പോലെ തന്നെയാണ്, പക്ഷെ നമ്മുടെ കീവേഡ് വേറെ ആയിരിക്കും. ഇന്റർഫേസ് എന്നായിരിക്കും കീവേഡ്, പിന്നെ ആ ഇന്റർഫേസിന്റെ പേരും. ക്ലാസ് നെയിം പോലെ ഇന്റർഫേസ് നെയിം, അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ്, കർലി ബ്രാക്കറ്റ് സാധാരണ പോലെ. പിന്നെ നമുക്ക് എന്താ ഡാറ്റ മെമ്പർ വേണ്ട വെച്ചാൽ അത്. അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഒക്കെ അബ്സ്ട്രാക്ട് ആയിരിക്കണം. അപ്പോ ഇതിലിപ്പോ നമ്മള് ഇപ്പൊ പബ്ലിക് സ്റ്റാറ്റിക് ഫൈനലിന് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു ഡാറ്റ മെമ്പറിന്. അതിപ്പോ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് പബ്ലിക്കിന് കൊടുക്കണം. സ്റ്റാറ്റിക് ഫൈനലിന് കൊടുത്തിട്ടില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് ജാവ ആ കീവേഡ്സ് അവിടെ വെക്കും. പറഞ്ഞ ഒരു ഇന്റർഫേസിലത്തെ ഡാറ്റ മെമ്പേഴ്സ് എല്ലാതും പബ്ലിക് ആയിരിക്കണം, സ്റ്റാറ്റിക് ആയിരിക്കണം, ഫൈനലും ആയിരിക്കണം. ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരുന്നില്ലേ? കോൺസ്റ്റ് കീവേഡ് വെച്ച് ഡിഫൈൻ ചെയ്തിരുന്നല്ലോ സിയിലൊക്കെ, C++ലൊക്കെ. അതേപോലെ ഇവിടെ കോൺസ്റ്റ് പകരം ഫൈനൽ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ഫൈനൽ കീവേഡ് വെക്കുക. ഓക്കെ, അപ്പോ ഈ കോൺസ്റ്റ് വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇനിഷ്യലൈസും കൂടി ചെയ്യണമായിരുന്നു. പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിനോട് പറയുന്നുണ്ട് ഈ ഒരു വേരിയബിൾ കോൺസ്റ്റന്റ് ആണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനൊരു വാല്യൂ കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുത്തെ എക്സാമ്പിളിൽ ലെഗ്സ് ആണ് വേരിയബിൾ നെയിം, ഞാൻ കൊടുത്ത വാല്യൂ 4. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ നമ്മുടെ മെത്തേഡ്സ് ഉണ്ടല്ലോ, ഈ അബ്സ്ട്രാക്ട് കൊടുത്തിട്ടില്ലെങ്കിലും, നമ്മളിപ്പോ എക്സ്പ്ലിസിറ്റ്ലി ഈ അബ്സ്ട്രാക്ട് കീവേഡ് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും ജാവ തന്നെ അത് മനസ്സിലാക്കിക്കോളും. ഇതൊരു ഇന്റർഫേസ് ആണ്, അതുകൊണ്ട് ഇതിലത്തെ എല്ലാ മെത്തേഡ്സും പബ്ലിക്കും ആണ് അബ്സ്ട്രാക്റ്റും ആണെന്ന് മനസ്സിലാക്കിക്കോളും തന്നെ. അപ്പൊ നമ്മളിപ്പോ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ഇതിലിപ്പോ സ്റ്റാറ്റിക് ഫൈനലിന് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഡാറ്റ മെമ്പേഴ്സിനെ പറ്റി പറഞ്ഞു, മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു. ഇനി ഇത് ശ്രദ്ധിച്ചുല്ലോ, ഒരു മെത്തേഡിനും ഞാൻ ബോഡി കൊടുത്തിട്ടില്ല. ബോഡി കൊടുക്കാൻ പാടില്ല, പ്രോഗ്രാം വർക്ക് ആവില്ല നമ്മൾ ബോഡി കൊടുത്തതിന്. കാരണം ഇന്റർഫേസിന് മെത്തേഡ്സിലൊന്നും ബോഡി ഡിഫൈൻ ചെയ്യാൻ പാടില്ല, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് അല്ലേ. ഇനി നമുക്കിപ്പോ ഇന്റർഫേസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അതിലത്തെ ഫങ്ഷനാലിറ്റീസ് യൂസ് ചെയ്യണമെങ്കിൽ അതിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ട്, അതിന്ന് വേറൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് വേണ്ടേ. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഇന്റർഫേസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് ആദ്യം നോക്കണം. ഇപ്പോ ക്ലാസ്സസ് നമ്മളിപ്പോ ഇൻഹെറിറ്റ് ചെയ്തിരുന്ന എക്സ്റ്റെൻസ് കീവേഡ് വെച്ചിട്ടായിരുന്നു. ഓർമ്മ ഇൻഹെറിറ്റൻസ് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സ്റ്റെൻസ് കീവേഡ് വെച്ചിട്ടായിരുന്നു നമ്മള് ക്ലാസ് ടു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇവിടെ ഇന്റർഫേസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യല്ല ചെയ്യുക, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. പറഞ്ഞാൽ ഇന്റർഫേസിൽ എന്തൊക്കെയോ ഉണ്ട്,
പറഞ്ഞ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കണ ക്ലാസ്, the class we make will inherit the methods that are in the interface. അപ്പൊ അങ്ങനെ തന്നെ നമ്മള് ഇതിപ്പോ എന്റെ മെയിൻ ക്ലാസ് തന്നെയാണ് ഇവിടെ ഇൻഹെറിറ്റ് ചെയ്യണം, അല്ലാണ്ട് നമുക്ക് ചെയ്യാട്ടോ. ഇതിലിപ്പോ ക്ലാസ് മാമൽ, ഈ മാമൽ എന്നുള്ള ക്ലാസ് എന്റെ ആനിമൽ ഇന്റർഫേസ് ഇൻഹെറിറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യണ കീവേഡ് ഇംപ്ലിമെന്റ്സ് എന്നാണ്. ഓക്കെ, ക്ലാസ് ടു ക്ലാസ് എക്സ്റ്റെൻസ് ആയിരുന്നു, ഇവിടെ ക്ലാസ് ടു ഇന്റർഫേസ് ഇംപ്ലിമെന്റ്സ് ആണ്. ഇനി അഗൈൻ നമ്മൾ എപ്പോഴും ഇന്റർഫേസ് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റ്സ് ആണോ യൂസ് ചെയ്യാന്നൊരു ഡൗട്ട് വരും. അല്ല, നമ്മൾ ഈ ഇന്റർഫേസിന് വേറൊരു ഇന്റർഫേസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇന്റർഫേസസ് തമ്മിലുള്ള ഇൻഹെറിറ്റൻസ്, അതിൽ നമ്മൾ എക്സ്റ്റെൻസ് ആ യൂസ് ചെയ്യുക. ഒരു ഇന്റർഫേസ് ടു ഇന്റർഫേസ് നമ്മൾ എക്സ്റ്റെൻസും, ക്ലാസ് ടു ക്ലാസ് എക്സ്റ്റെൻസ്, പക്ഷെ ക്ലാസ് ടു ഇന്റർഫേസ് ഇംപ്ലിമെന്റ്സ്. ഓക്കെ, യാ. സോ ഇവിടെ തന്നെ മാമൽ ഇംപ്ലിമെന്റ്സ് ആനിമൽ. ഇവിടെയാണ് ഞാൻ ഈ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, അതായത് ഈറ്റും ട്രാവൽ എന്നുള്ള രണ്ട് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെയാണ് അതിന് ബോഡി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ബോഡി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കണ ഇവിടെയാണ്. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇത് വേണമെങ്കിൽ ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ ഞാൻ മെയിൻ മെത്തേഡില് മാമലിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ആനിമലിന്റെ എല്ലാം ഉണ്ടാക്കി, കാരണം ആനിമലിന്റെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മാമലിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി എം, എന്നിട്ട് ഞാൻ അതിലത്തെ ഈറ്റ് മെത്തേഡ് വിളിച്ചു, ട്രാവൽ മെത്തേഡ് കോൾ ചെയ്തു, നമ്പർ ഓഫ് ലെഗ്സ്. അത് അബ്സ്ട്രാക്ട് മെത്തേഡ് അല്ല, ഞാൻ ഇതില് വേറൊരു മെത്തേഡ് കൊടുത്തു കേട്ടോ. ഇനി റൺ ചെയ്ത് നോക്കാം. ക്വൈറ്റ് ഇൻറ്റ്യൂട്ടീവ്. ഔട്ട്പുട്ട് നമുക്ക് അറിയാം എന്താ വരാന്ന്. മാമൽ ഈറ്റ്സ്, മാമൽ ട്രാവൽസ്, 4 എന്ന് പറഞ്ഞാൽ ഈ ലെഗ്സ് പ്രിന്റ് ചെയ്തതാണ്. നമ്പർ ഓഫ് ലെഗ്സ് 4 അല്ലേ കൊടുത്തേ, ലെഗ്സ് പ്രിന്റ് ചെയ്തതാണ്. അപ്പൊ അതാണ് ഒരു ഇന്റർഫേസിന്റെ ബേസിക് എന്ന് പറഞ്ഞത്. ഇനി ഇന്റർഫേസ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് നമുക്കൊരു ഡൗട്ട് വരും. അത് നമ്മൾ യൂസ് ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കുറെ യൂസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് അറിയാം, നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചപ്പോ ജാവയില് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു, സാധാരണ ക്ലാസ് വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ രണ്ട് ക്ലാസ് ഉണ്ട്, ആ രണ്ട് ക്ലാസ്സിലും സെയിം മെത്തേഡ് ഉണ്ട്. ഒരു പ്രിന്റ് മെത്തേഡ് ഉണ്ട് വിചാരിച്ചോ, ഒരു ക്ലാസ് എ, ഒരു ക്ലാസ് ബി. അത് രണ്ടെണ്ണത്തിലും എയിലും ഒരു പ്രിന്റ് മെത്തേഡ് ഉണ്ട്, ബിയിലും ഒരു പ്രിന്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ക്ലാസ്സിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യാറില്ലല്ലോ, അപ്പൊ രണ്ടെണ്ണത്തിലും അതിൻ്റെതായ ബോഡി ഉണ്ടാവും. ആ പ്രിന്റ് മെത്തേഡിന് അതിന്റെ സെപ്പറേറ്റ് ബോഡി ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ വേറൊരു ക്ലാസ് ഈ എന്നും ബിന്നും ഇൻഹെറിറ്റ് ചെയ്യാ വിചാരിച്ചു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ക്ലാസ് inherits from one or more classes together at the same time, right? So just imagine there is a class C which inherits from A and B at the same time. So it will have two print methods. Same name ഉള്ള രണ്ട് methods ആയി. അപ്പൊ അവിടെ എന്താ വരിക? അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഈ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിന് ശരിക്കും യൂസ് ചെയ്യേണ്ട പ്രിന്റ് മെത്തേഡ് ഏതാണ്? അങ്ങനെ ഒരു ആംബിഗ്വിറ്റി വരും. കാരണം നമ്മുടെ കയ്യിലുള്ള ക്ലാസ് എയിലും ക്ലാസ് ബിയിലത്തെയും പ്രിന്റ് മെത്തേഡിന്റെ ബോഡീസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, പക്ഷേ ഇന്റർഫേസിൽ ആ ഒരു ഗുണമുണ്ട്, നമ്മൾ അതിന്റെ ബോഡി ഡിഫൈൻ ചെയ്യില്ലല്ലോ. പറഞ്ഞാൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യണ ആ ഒരു ക്ലാസ് അല്ലേ ഇതിലത്തെ മെത്തേഡ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന്റെ ബോഡി ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഇപ്പൊ രണ്ട് ഇന്റർഫേസിൽ സെയിം നെയിമുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്കൊരു പ്രശ്നമാവില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു മെത്തേഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻഹെറിറ്റഡ് ക്ലാസ്സിൽ, ചൈൽഡ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർഫേസസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വിത്ത് ഇന്റർഫേസസ് പോസിബിൾ ആണ്. അപ്പൊ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്റർഫേസ് യൂസ് ചെയ്യുക, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് കൊണ്ടുവരാൻ ജാവയിലേക്ക്. ഓക്കെ, ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് ജസ്റ്റ് ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ കേട്ടോ. ഇൻഹെറിറ്റൻസ് വിത്ത് ഇന്റർഫേസസ്, ഇന്റർഫേസ് ടു ഇന്റർഫേസ് ഇൻഹെറിറ്റൻസ്. ഇപ്പോ എൻ്റെ ഒരു ഇന്റർഫേസ് ഉണ്ട് സ്പോർട്സ്, ഫുട്ബോൾ, പിന്നെ ഒരു ഇന്റർഫേസ് ഫുട്ബോൾ ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം സ്പോർട്സ്. ഞാൻ പറഞ്ഞിരുന്നു
ഇന്റർഫേസ് ടു ഇന്റർഫേസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻസ് കീവേഡ് ആണ് യൂസ് ചെയ്യുക. പിന്നെ അഗൈൻ ഹോക്കി ഉണ്ട്, എക്സ്റ്റെൻസ് സ്പോർട്സ്. അപ്പോ ഞാനിപ്പോ ഫുട്ബോൾ, ഈ ഇന്റർഫേസ് ഫുട്ബോൾ ഓക്കെ, ജസ്റ്റ് ലൈക്ക് പബ്ലിക് ക്ലാസ് implements football. Okay. അപ്പൊ എന്തായി, എൻ്റെ പബ്ലിക് ക്ലാസ് ഗെയിംസ് ഇംപ്ലിമെന്റ്സ് ദിസ് ഫുട്ബോൾ ഇന്റർഫേസ്. ഓക്കെ, അപ്പൊ എനിക്കൊരു എറർ വന്നു. എന്തിനു എറർ വന്നതെന്ന് നോക്കാം. ടൈപ്പ് ഗെയിംസ് മസ്റ്റ് ഇംപ്ലിമെന്റ് ദ ഇൻഹെറിറ്റഡ് എബ്സ്ട്രാക്ട് മെത്തേഡ് ഓഫ് ഫുട്ബോൾ. അതായത് ഇതിൽ നമ്മൾ കുറെ എബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യണ ചൈൽഡ് ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന്. അപ്പൊ അതൊരു തെറ്റ്. പിന്നെ ഈ ഫുട്ബോളിന് ഞാൻ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഈ 2 മെത്തേഡ്സ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ പോരാ. ഈ ഫുട്ബോളിൽ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയി കാണാത്ത 2 മെത്തേഡ്സും കൂടിയുണ്ട്. അതേതാ 2 ഇത് 2. കാരണം ഫുട്ബോൾ എക്സ്റ്റെൻഡ് സ്പോർട്സ് അല്ലേ, അപ്പൊ സ്പോർട്സിന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഫുട്ബോളിന്റെയും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഈ 2 മെത്തേഡ്സും ഫുട്ബോളിന്റെയാണ്. അപ്പോ ഞാൻ ഈ ഗെയിംസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഗെയിംസ് ഫുട്ബോളിന് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് 2 ഡിഫൈൻ ചെയ്യണം, ഇത് 2 ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം അത് ചെയ്യണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ എന്താ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇപ്പോ ലെറ്റ്സ് ജസ്റ്റ് ഇമാജിൻ സ്പോർട്സ് ഒരു independent interface. Football is also an independent interface. Okay, and now I want to inherit hockey from sports and football. Okay, so I'll just write അതെന്തായി ഇന്റർഫേസ്. ഇതിന്റെ സിൻടാക്സ് പറയുകയാണെങ്കിൽ keyword interface, interface name, extends, interface 1, interface 2, interface 3, comma, separated by commas. എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യണ്ടുള്ളൂ. പിന്നെ ഏതൊക്കെ ഇന്റർഫേസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് കോമ ഇട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ ഇൻഹെറിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് ആൻഡ് ഫുട്ബോൾ എന്നാണ്. അപ്പൊ സ്പോർട്സ് കോമ ഫുട്ബോൾ. എക്സ്റ്റെൻസ് കീവേഡ് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തുള്ളൂ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ റോട്ട് ഇന്റർഫേസ് ഹോക്കി എക്സ്റ്റെൻസ് സ്പോർട്സ് കോമ എക്സ്റ്റെൻസ് ഫുട്ബോൾ കോമ എക്സ്റ്റെൻസ്, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. എക്സ്റ്റെൻസ് ഒരു പ്രാവശ്യം, പിന്നെ ബാക്കി കോമ ഇട്ടിട്ട്. ഓക്കെ ഓക്കെ, സോ ഇതിപ്പോ റൺ ചെയ്ത വലിയ ഈ ഇന്റർഫേസ് ഒന്നും ഞാൻ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ റൺ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്റർഫേസിൽ. ഇന്റർഫേസസ് എന്താ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ, അബ്സ്ട്രാക്ട് ക്ലാസ്സസ് പോലെ തന്നെയാണ്. പക്ഷെ the difference is abstract classes can have normal methods as well as abstract methods, but interfaces cannot have normal methods. Okay, they can only have abstract methods. The data members are public, static, and final by default. And the methods in the class are abstract and public by default. Okay, അപ്പൊ അത്രേ ഉള്ളൂ ഇന്റർഫേസസ്, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിലേക്ക് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റർഫേസസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് എബ്നോർമൽ ദാറ്റ് ഹാപ്പൻസ് ഇൻ എ പ്രോഗ്രാം. ഒരു എറർ, നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അതിൽ കുറെ എററൊക്കെ വരില്ലേ. എന്നിട്ട് എറർ വരുമ്പോൾ പ്രോഗ്രാം മൊത്തമായിട്ട് അങ്ങോട്ട് നിന്ന് പോകും. പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ലൈനിലൊക്കെ ഒരു എറർ വന്നാൽ ഒരു 50 ലൈനൊക്കെ ഉള്ള പ്രോഗ്രാം ആണെങ്കിൽ കഴിഞ്ഞു, സെക്കൻഡ് ലൈനിലെ കഥ കഴിഞ്ഞു ഇല്ലേ. അപ്പോ ഇത് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ആ എറർ അല്ലെങ്കിൽ ആ ഒരു എക്സെപ്ഷൻ, അബ്നോർമാലിറ്റി ഹാൻഡിൽ ചെയ്യും. നമ്മൾ പ്രോഗ്രാമിന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു അബ്നോർമൽ സിറ്റുവേഷൻ ഉണ്ടായാൽ എന്താണ് ചെയ്യണ്ടേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ട് അതിന് ബാക്കി പണി നോക്കാം, ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് പോവാം. റൈറ്റ്, അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ബേസിക്കലി നമ്മൾ വരുന്ന എറേഴ്സ് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോ ജസ്റ്റ് പറയുകയാണെങ്കിൽ
ഇതിപ്പോ ഒരു പ്രോഗ്രാമാന്ന് വിചാരിച്ചോ. 8 സ്റ്റേറ്റ്മെന്റുള്ള ഒരു പ്രോഗ്രാം. അതിലിപ്പോ 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എക്സെപ്ഷൻ വന്നു. ഓക്കെ. അപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ ഇപ്പോഴൊക്കെ എഴുതണ പോലത്തെ പ്രോഗ്രാം ആണെങ്കിൽ അതില് പറഞ്ഞ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാത്ത പ്രോഗ്രാം ആണെങ്കിൽ ഈ 3rd സ്റ്റേറ്റ്മെന്റ് വരെ നല്ല അടിപൊളിയായി പോകും. പക്ഷെ 3rd സ്റ്റേറ്റ്മെന്റിൽ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിൽക്കും. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് 4, 5, 6, 7, 8 ഒന്നും റൺ ആവില്ല. ഓക്കെ. ചിലപ്പോൾ ഇതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ കോഡിൽ കൊടുത്തന്നെ. അപ്പോ അത് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇവിടെ എക്സെപ്ഷൻ ഉണ്ടായാലും അതിന് ഒരു എന്താ എക്സെപ്ഷൻ ഉണ്ടായ വേറെ എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ട് ഇതാ എക്സെപ്ഷൻ ഉണ്ടായി എന്ന് പ്രിന്റ് ചെയ്തിട്ട് നമ്മള് ഇത് ബാക്കി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇത് എക്സിക്യൂട്ട് ചെയ്യും. പ്രോഗ്രാം നിന്ന് പോവില്ല. അബ്നോർമൽ ടെർമിനേഷൻ ഉണ്ടാവില്ല. അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ മെയിൻ ഉദ്ദേശം. അപ്പോ ഇതില് ജാവ അപ്പോ വേറെ ഏതെങ്കിലും ജാവ സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ അറിയുണ്ടാവും. ട്രൈ ക്യാച്ച് ബ്ലോക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ജാവയിലും നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്സ് യൂസ് ചെയ്യും. ത്രോസ് കീവേഡ്, പിന്നെ ഫൈനലി, അങ്ങനെ കുറച്ച് കീവേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഈ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജാവയിലുണ്ടല്ലോ, ജാവയിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടാവും മിക്കവാറും. ഈ നമ്മൾ ഇമ്പോർട്ട് ചെയ്യൂലോ java.utilൊക്കെ, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെക്കില്ലേ, അത് വെക്കാണ്ട് തന്നെ ഡിഫോൾട്ടായി ഇമ്പോർട്ട് ആവുന്ന ഒരു പാക്കേജ് ഉണ്ട് ജാവയിൽ. ഓക്കെ. ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് വെക്കാണ്ട് തന്നെ ഡിഫോൾട്ടായി ഇമ്പോർട്ട് ആവുന്ന ഒരു പാക്കേജ്, അതാണ് java.lang പാക്കേജ്. java.lang. ഓക്കെ. ഈ പാക്കേജ് ഡിഫോൾട്ടായി ഇമ്പോർട്ട് ആവും. അതിലത്തെ എല്ലാ ക്ലാസ്സസും ഒക്കെ ഇമ്പോർട്ട് ആവും. ഇതിലത്തെ ഒരു ക്ലാസ് ആണ് എക്സെപ്ഷൻ. ഓക്കെ. java.langലത്തെ ഒരു ക്ലാസ് ആണ് എക്സെപ്ഷൻ ക്ലാസ്. അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അതായത് അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോരോ എക്സെപ്ഷൻസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ പറയുക ഒരു അറേ ഉണ്ടാക്കി, 8 മെമ്മറി സ്പേസ്, ഒരു ഇൻറ്റീജർ അറേ, 8 ഇൻറ്റീജർ അറേ സ്റ്റോർ ചെയ്യാനുള്ള 8 ഇൻറ്റീജേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ ഞാൻ ഉണ്ടാക്കി. അതായത് ഇപ്പോ അറേയുടെ പേര് AR എന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോ ഞാൻ പറയാണ് പ്രോഗ്രാമിന്റെ അടുത്ത് AR of 10 ഈക്വൽ ടു 0 എന്ന് സ്റ്റോർ ചെയ്യാൻ. ആകെപ്പാടെ 8 പ്ലേസേ ഉള്ളൂ. അതിലേക്ക് എന്നിട്ട് ഞാൻ 10ാമത്തെ പ്ലേസിൽ 0 സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ അത് എറർ വരും എന്തായാലും. അപ്പൊ ഇതിന്റെ എറർ വരിക array out of bound എറർ ആണ് വരിക. array index out of bound, അങ്ങനെയാണ് എറർ വരിക. അതായത് അതൊരു എക്സെപ്ഷൻ ആണ്. array index out of bound exception. I'm not sure it's right, പക്ഷെ ഇങ്ങനെ എന്താണ് വരിക, ബൗണ്ട് എക്സെപ്ഷൻ എന്നാണ് വരിക. ഇത് ഒരു ക്ലാസ് ആണ്. ഓക്കെ. ഈ എക്സെപ്ഷൻ ഞാൻ പറഞ്ഞില്ല, ഒരു എക്സെപ്ഷൻ ക്ലാസ് ഉണ്ട് java.langല്. അതിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഈ array index out of bound exception ക്ലാസ്. അതിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ഈ array ഉണ്ടാവുമ്പോ ഈ പ്രോഗ്രാം ഉണ്ടാക്കുക. ഇപ്പൊ ഒബ്ജക്റ്റിന്റെ പേര് E എന്ന് വെച്ചോ. ഓക്കെ. എന്നിട്ട് ഈ ഒബ്ജക്റ്റിലൊരു ഈ ക്ലാസ് ഓൾറെഡി ഇൻബിൽട്ട് ആണ് കേട്ടോ ജാവയിൽ. ഈ array index, ഈ ജാവ തന്നെ കാണിക്കുന്ന എക്സെപ്ഷൻസ് ഒക്കെ ഓൾറെഡി ഇൻബിൽട്ട് ക്ലാസ്സസ് ആ. ഈ എക്സെപ്ഷൻ ഇൻഹെറിറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലാസ്സസ് ആണ് ഇതൊക്കെ. ഈ array index out of bound, അല്ലെങ്കിൽ null pointer exception, arithmetic exception എപ്പോഴാ വരിക, ഡിവിഷൻ ബൈ 0 ഒക്കെ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ വരും. അപ്പൊ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലത്തെ മെസ്സേജ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുക ശരിക്കും സാധാരണ എക്സെപ്ഷൻ വരുമ്പോ. അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. നമുക്ക് കാണിക്കണ എക്സെപ്ഷൻസ് ഒക്കെ അതിൽ ഇൻഹെറിറ്റ് ചെയ്യണ ഓരോ ക്ലാസ്സസിന്റെ ഒബ്ജക്റ്റിന്റെ മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പോ ഞാൻ ഓക്കെ. ഇതിപ്പോ എന്താ, പ്രോഗ്രാമിൽ ഞാൻ AC B ഉണ്ട്. ആദ്യം ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. B ഈക്വൽ ടു 0 ആണ് കേട്ടോ. എന്നിട്ട് ഞാൻ C-നെ B കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ആൻസർ കിട്ടില്ല, നമുക്ക് എറർ വരും. റൈറ്റ്.
ഞാനിവിടെ ഹാൻഡിൽ ചെയ്യാൻ ഒന്നും കൊടുത്തിട്ടില്ല. I haven't given any handling statements whatsoever. So this is a normal program. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ പ്രിന്റ് ആയി, എക്സെപ്ഷൻ, പിന്നെയാണ് എക്സെപ്ഷൻ വന്ന്, എക്സെപ്ഷൻ പ്രിന്റ് ആയി. ഓക്കെ, ഞാനിത് പ്രിന്റ് ചെയ്യാൻ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എവിടെയും കൊടുത്തിട്ടില്ലല്ലോ, ഇത് മൊത്തം പ്രിന്റ് ചെയ്യാനൊന്നും. ഇത് നമുക്ക് എറർ വന്ന കാരണം എറർ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഈ സ്റ്റേറ്റ്മെന്റ് ഈ a=c/b കഴിഞ്ഞിട്ട് ഞാനൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രിന്റ് ആയിട്ടില്ല. ആ എക്സെപ്ഷൻ വന്നപ്പോൾ ആ പ്രോഗ്രാം നിന്നുപോയി. ഇത് കണ്ടോ, പ്രോഗ്രാമിന്റെ പേര് java.lang.arithmetic exception ആണ്. ഐ മീൻ പ്രോഗ്രാമിന്റെ പേരല്ല, എററിന്റെ പേര്. എററിന്റെ പേര് arithmetic exception. അതിലത്തെ മെസ്സേജ് ഡിവൈഡ് ബൈ 0. നിങ്ങൾ ഡിവിഷൻ ബൈ 0 ചെയ്യാൻ നോക്കണ്ട, അതുകൊണ്ടാണ് ഈ എക്സെപ്ഷൻ ഞാൻ കാണിക്കണേ എന്നാ പ്രോഗ്രാം പറയണേ. അപ്പൊ ഈ ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്നത് ഈ arithmetic exception ക്ലാസ്സിലത്തെ ഒരു മെസ്സേജ് ആണ്. ഓക്കെ, ക്ലാസ്സിലത്തെ ഒരു മെസ്സേജ്. അങ്ങനെ ഇപ്പൊ നമുക്ക് കുറെ എററൊക്കെ വരും. ഇനിയിപ്പോ ഞാനിത് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക വിചാരിച്ചിട്ടോ, ഹാൻഡിൽ ചെയ്യാൻ നോക്കുക ഞാൻ എറർ. അപ്പൊ അതിനാണ് ഞാൻ ട്രൈ ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്യുക. ട്രൈ ക്യാച്ച് ബ്ലോക്ക് എങ്ങനെ യൂസ് ചെയ്യുക വെച്ചാൽ, ട്രൈ ബ്ലോക്കിൽ ഞാൻ എൻ്റെ കോഡ് കൊടുക്കും. ഇപ്പോൾ ഇതാണെങ്കിൽ ഇത് കൊടുക്കും മൊത്തം. എന്തിലാണോ എറർ വരാൻ സാധ്യത അത് ഞാൻ ട്രൈ ബ്ലോക്കിൽ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിലിപ്പോ arithmetic exception വരാൻ ചാൻസ് ഉണ്ടല്ലോ, ഇല്ലേ? ഇപ്പൊ B0 അല്ല, ഇപ്പൊ ഞാൻ B1 കൊടുത്തിട്ടില്ല. ഞാൻ യൂസറിന്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കാനാ നിക്കണമെന്ന് വിചാരിച്ചു. എങ്ങാനും B0 തന്നു വെച്ചാൽ അതിൽ എറർ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോ നമ്മൾ കൊടുക്കും ഒരു ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്. എങ്ങാനും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്. അത് പറഞ്ഞ ഈ ട്രൈ ബ്ലോക്കിന്റെ ഉള്ളിലുള്ള കോഡില് എന്തെങ്കിലും ഇപ്പൊ എറർ വന്നു കഴിഞ്ഞാൽ അത് പിടിച്ച് നേരേക്കാനുള്ളതാണ് ഈ ക്യാച്ച് ബ്ലോക്ക്. ട്രൈ കഴിഞ്ഞിട്ട് ഉടനെ ക്യാച്ച് ബ്ലോക്ക് ആയിട്ട് വരിക. ട്രൈന്റെ ബ്രേസ് ഇവിടെ ഓപ്പൺ ആവും, ക്ലോസ് ആവും, അത് കഴിഞ്ഞ ഉടനെ ക്യാച്ച്. എന്നിട്ട് എന്താ ക്യാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഇതിലിപ്പോ എനിക്ക് arithmetic error ആണ് വരികയെന്ന് ഏകദേശം ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ പറയും arithmetic exception AE. അതായത് arithmetic exception ക്ലാസ്സിലത്തെ ഒരു ഒബ്ജക്റ്റ് ആണ് എറർ ആയിട്ട് വരിക, അതൊന്ന് പിടിച്ചിട്ട് നേരേക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് AE എന്ന് പറയുന്നത് arithmetic exception ക്ലാസ്സിലത്തെ ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി എനിക്ക് എന്റെ എററിന് പ്രിന്റ് ചെയ്താൽ മതി. system.out.println AE ഞാൻ കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യാ, ഞാൻ ഈ പ്രിന്റ് AE എന്ന് പറയുമ്പോൾ അത് ഡിഫോൾട്ട് ആയിട്ട് ആ ഒബ്ജക്റ്റിലത്തെ മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ട്രൈ ക്യാച്ച് ബ്ലോക്കിന്റെ സിൻടാക്സ്. ട്രൈന്റെ ഉള്ളിൽ നമ്മൾ എന്താ ഏത് ബ്ലോക്ക് ഓഫ് കോഡാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കൊടുക്കും. അത് നിന്നിട്ട് എന്ത് എററാണ് വരിക അത് ക്യാച്ച് ചെയ്യാൻ പറയും. ക്യാച്ച് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയും. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പ്രിന്റ് ചെയ്യാനാ പറഞ്ഞത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇത് നമുക്ക് പ്രോഗ്രാമിൽ കൊടുത്തു നോക്കാം ഈ സാധനം. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാം. ഇതിലിപ്പോ ഞാൻ ഓക്കെ, ഞാനത് കോഡിലേക്ക് ഇടേ ചെയ്തിട്ടുള്ളൂ, മെയിൻ പ്രോഗ്രാമിലേക്ക് ഇടേ ചെയ്തിട്ടുള്ളൂ. ഇനി റൺ ചെയ്ത് നോക്കാം ശരിയാവും നോക്കാം. ശരി, ഇതിപ്പോ ഹലോ പ്രിന്റ് ചെയ്തു. ഇതാണ് എന്റെ ഫസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. ഹലോ പ്രിന്റ് ചെയ്തു. പിന്നെ java.lang. ആ മറ്റേ എക്സെപ്ഷൻ പ്രിന്റ് ചെയ്തു.
അത് ഞാനിവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സെപ്ഷൻ വന്നു. എന്തുകൊണ്ട് വന്നു? b = 0 ആയതുകൊണ്ട് ഡിവിഷൻ ബൈ 0 എക്സെപ്ഷൻ വന്നു. അപ്പൊ ഞാൻ അതായത് ഒബ്ജക്റ്റ് ആണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഡിഫോൾട്ട് ആയിട്ട് പ്രിന്റ് ആവുക ഒബ്ജക്റ്റിലത്തെ മെസ്സേജാ പ്രിന്റ് ആവുക. ഓക്കെ, എക്സെപ്ഷൻ ഒബ്ജക്റ്റിന്റെ മെസ്സേജ് ആണ് പ്രിന്റ് ആവുക. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അതും പ്രിന്റ് ആയി. നേരത്തെ അത് പ്രിന്റ് ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ എറർ വന്നപ്പോൾ പ്രോഗ്രാം നിന്നുപോയി. ഇവിടെ അത് ഉണ്ടായില്ല. നമ്മുടെ എറർ വന്നിട്ടും എറർ വന്നാൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രോഗ്രാമിന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്തു. അതപ്പം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ട്രൈ ക്യാച്ച് ബ്ലോക്ക്. എങ്ങനെയാണ് ഒരു ബേസിക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എക്സാമ്പിൾ ആണിത്. ഇനി എക്സാമ്പിൾസ് വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. കുറെ ജാവ T-Point, W3 സ്കൂൾസ്, അങ്ങനെ കുറെ സൈറ്റ്സ് ഒക്കെ ഉണ്ടായി. കുറെ എണ്ണം കിട്ടും എക്സാമ്പിൾ ഒക്കെ. പിന്നെ ഇനി നെക്സ്റ്റ് ഉള്ള നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ട്രൈ യൂസ് ചെയ്തു, ഒരു ക്യാച്ച് യൂസ് ചെയ്തു, റൈറ്റ്? ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ വലിയൊരു കുറെ കോഡുള്ള ഒരു സംഭവം വിചാരിച്ചു. ഇതിന്റെ ഉള്ളില് ഈ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതില് കുറെ എക്സെപ്ഷൻസ് വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പൊ എനിക്ക് പിടിക്കണം. ഏത് എക്സെപ്ഷൻ വന്നാലും എനിക്ക് പിടിക്കണം. ഓക്കെ, അപ്പോ എനിക്ക് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. എനിക്ക് ഇതിപ്പോ വെറുതെ എക്സെപ്ഷൻ എന്ന് വെക്കാം. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ക്ലാസ് ആണല്ലോ. അപ്പൊ ഏതൊരു എക്സെപ്ഷൻ വന്നാലും ഇത് പിടിക്കും. ഈ ക്യാച്ച് ബ്ലോക്ക് അത് പിടിക്കും. കാരണം എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ക്ലാസ് ആണ്, റൈറ്റ്? പക്ഷെ ഞാൻ ആദ്യം കൊടുത്ത പോലെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അരിത്മെറ്റിക് എക്സെപ്ഷൻ മാത്രമാണ് കൊടുത്തിരുന്നത് വെച്ചാൽ, ഇതിൽ വേറെ ഏത് എറർ, ഇപ്പൊ ട്രൈ ബ്ലോക്കിൽ ഏത് എറർ വേറെ വന്നാലും അതൊന്നും പിടിക്കില്ല. അതൊക്കെ വന്നാൽ പ്രോഗ്രാം നിന്ന് പോകും. ഓക്കെ, അപ്പൊ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ എറേഴ്സും പിടിക്കണം. വരാൻ സാധ്യതയുള്ള ഓരോ എറേഴ്സും പിടിക്കണം. അപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇനിയും ക്യാച്ച് ബ്ലോക്സ് വെക്കും. ക്യാച്ച് ബ്ലോക്ക് ഒന്നേ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര ക്യാച്ച് ബ്ലോക്ക് വേണമെങ്കിൽ വെക്കാം നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. യെസ്, കണ്ടോ? ഇതിലിപ്പോ ഞാൻ ഒരു അറേ ഉണ്ട്, 7 integer സ്റ്റോറിയുള്ള ഒരു അറേ. അതിലത്തെ 4th എലിമെന്റിലേക്ക് ഞാൻ 30/0 ആണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കണം. ഓക്കെ, അപ്പോ ഇതിലിപ്പോ എനിക്ക് കുറെ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു അറേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഡിവിഷൻ ബൈ 0 ചെയ്യുന്നുണ്ട്, ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അരിത്തമെറ്റിക് എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് അറിയുകൊണ്ട് ഉണ്ടാവില്ല ഏത് എക്സെപ്ഷൻ എന്ന്. അപ്പൊ അതൊക്കെ എനിക്ക് പിടിക്കണം. അപ്പൊ അതിന് ഞാൻ 3 ക്യാച്ച് ബ്ലോക്ക് വെച്ചു. എത്ര ക്യാച്ച് ബ്ലോക്ക് വേണമെങ്കിൽ വെക്കാട്ടോ, അങ്ങനെയൊന്നുമില്ല. ഇതിലിപ്പോ ഞാൻ 3 ക്യാച്ച് ബ്ലോക്കാ വെച്ചത്. ഒന്ന് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഉള്ളത്, ഒന്ന് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ ഉള്ളത്, ഒന്ന് വേറെ ഏതെങ്കിലും എക്സെപ്ഷൻ. എനിക്കിപ്പോ വേറെ ഒന്നും അറിയില്ല ഇതിൽ ഏതാ വരാന്ന്. അപ്പോ കോമൺ ആയിട്ട് ഏത് എക്സെപ്ഷൻ വന്നാലും പിടിക്കാൻ. ഇനി നമ്മൾ വിചാരിക്കും അറേ, ഇപ്പൊ ഇതിലിപ്പോ അരിത്തമെറ്റിക് എക്സെപ്ഷൻ വന്നല്ലോ. ഞാൻ റൺ ചെയ്ത് കാണിച്ചു. നമ്മുടെ ഔട്ട്പുട്ട് എന്താ വന്ന? വാർണിംഗ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ വന്നു. അതായത് ഇത്. ഓക്കെ, 8th ലൈൻ ഓഫ് ദ കോഡ്. പിന്നെ ഔട്ട് ഓഫ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് വന്നു ഇത്. ഇനി നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഈ പ്രോഗ്രാം കാണുമ്പോൾ, ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അരിത്തമെറ്റിക് എക്സെപ്ഷൻ വന്നു, ശരി, അപ്പൊ ക്യാച്ച് അരിത്തമെറ്റിക് എക്സെപ്ഷനിൽ ഇത് വർക്ക് ആവണമല്ലോ, വേണ്ടേ? വേണം. പിന്നെ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് അല്ല, അതുകൊണ്ട് അത് വർക്ക് ആവില്ല. അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു എക്സെപ്ഷൻ ആണല്ലോ, അപ്പൊ ഇതും വർക്ക് ആവണ്ടേ എന്ന് വിചാരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു സമയത്ത് ഒരു ക്യാച്ച് ബ്ലോക്കാണ് വർക്ക് ആവുള്ളൂ. ഓക്കെ, ഒരു സമയത്ത് ഒരു ക്യാച്ച് ബ്ലോക്കാണ് വർക്ക് ആവുള്ളൂ. അതും ക്യാച്ച് ബ്ലോക്ക് പ്രോഗ്രാം സീക്വൻഷ്യലിയാ നോക്കുക. പറഞ്ഞ ഇപ്പോ ആദ്യം അറേ ഇൻഡെക്സ് നോക്കിയിട്ട് പിന്നെ അരിത്തമെറ്റിക് എക്സെപ്ഷൻ അങ്ങനെയല്ല നോക്കുക. ക്യാച്ച് ബ്ലോക്സ് ഈ സീക്വൻസിലാ നോക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ക്യാച്ച് ബ്ലോക്ക് കൊടുക്കുമ്പോൾ സ്പെസിഫിക് വൺസ് ആദ്യം, പിന്നെ ജനറൽ വൺസ് അവസാനവും കൊടുക്കുക. ഇതിലിപ്പോ
ഞാൻ എക്സെപ്ഷൻ ഇ ആണ് ആദ്യം കൊടുത്തുവെച്ചാ ഇതിന് പകരം അരിത്തമെറ്റിക് എക്സെപ്ഷന് പകരം ഞാൻ ജസ്റ്റ് എക്സെപ്ഷൻ ഇ ആണ് ആദ്യം കൊടുത്തത്. ഇങ്ങനെയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അരിത്തമെ ഇതിപ്പോ ഞാൻ മാറ്റും. ഞാൻ എക്സെപ്ഷൻ ആദ്യം കൊടുത്തു, പിന്നെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള കൊടുത്തത്. ഓക്കെ, ഇങ്ങനെ കൊടുത്താ എനിക്ക് എക്സെപ്ഷൻ മാത്രമേ കാണുള്ളൂ. എനിക്ക് ഏതാ എക്സെപ്ഷൻ കാണില്ല. പറഞ്ഞ ഇതില് ഒരു ക്യാച്ച് ബ്ലോക്ക് അല്ലേ നോക്കൂ. അപ്പൊ ഒരു എക്സെപ്ഷൻ എന്തായാലും കിട്ടി. അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ് നമുക്ക് കിട്ടിയത്. അതൊരു എക്സെപ്ഷൻ ആയതുകൊണ്ട് ഈ ക്യാച്ച് ബ്ലോക്ക് അങ്ങോട്ട് റൺ ആവും. അപ്പൊ നമുക്ക് അതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും യൂസറിന് ഏതാ സ്പെസിഫിക് ആയിട്ട് ഏതാ എറർ എന്ന് കാണിച്ചു കൊടുക്കലാണ് നല്ലത്. അപ്പൊ നമ്മൾ ക്യാച്ച് ബ്ലോക്കിൽ എപ്പോഴും സ്പെസിഫിക് ഫസ്റ്റ് ആൻഡ് ജനറൽ ലാസ്റ്റ് അങ്ങനെ വെക്കാറ്. ഓക്കെ, അപ്പൊ ആദ്യം വെച്ച പോലെ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഫസ്റ്റും എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യേണ്ടത് ലാസ്റ്റും വെക്കാം. ഓക്കെ, എന്നിട്ട് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഔട്ട് ഓഫ് ട്രൈ ബ്ലോക്ക് ക്യാച്ച് ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതും റണ്ണായി. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സക്സസ്ഫുൾ ആയി, നമുക്ക് വേണ്ടതൊക്കെ കിട്ടി, ഒക്കെ റെഡിയായി. അങ്ങനെ അപ്പൊ ഇത് എന്തിനാ നമ്മൾ പറഞ്ഞ ക്യാച്ച് ബ്ലോക്ക് ഒന്ന് മാത്രം വെക്കണം എന്നൊന്നുമില്ല, കുറെ എണ്ണം വെക്കാം. ട്രൈ ബ്ലോക്ക് ഒന്നേട്ടോ പാടുള്ളൂ. ട്രൈ ബ്ലോക്ക് ഒന്നും ക്യാച്ച് ബ്ലോക്ക് എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമ്മളിപ്പോ ക്ലാസ്സിൽ നെസ്റ്റഡ് ക്ലാസ് ഉണ്ട്, ഇന്റർഫേസിൽ നെസ്റ്റഡ് ഇന്റർഫേസ് ഉണ്ട്. അതേപോലെ ട്രൈ ബ്ലോക്കിൽ നെസ്റ്റഡ് ട്രൈ ക്യാച്ച് ബ്ലോക്സ് വെക്കാം. ഓക്കെ, ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് വെച്ചാൽ അത് നെസ്റ്റഡ് ആയി. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെയാണ്. ഇനി ഇനി നമുക്കുള്ളത് ത്രോ കീവേഡ് ആണ്. അല്ല, ഫൈനലി ഉണ്ട് ഒരു ഈ ട്രൈ ഉണ്ട്, ക്യാച്ച് ഉണ്ട്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു ബോണസ് ആയിട്ട് നമുക്ക് ഫൈനലി കൂടി വെക്കാം കീവേഡ് കേട്ടോ. അത് ഞാൻ കാണിച്ച ഇതാ, എനിക്കിപ്പോൾ ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ട്, അതിൽ ഞാൻ ഡിവിഷൻ ബൈ 0 തന്നെ ചെയ്തല്ല. പിന്നെ ക്യാച്ച് ബ്ലോക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫൈനലി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. ഇതിലിപ്പോ ട്രൈ കീവേഡ് ആണ്, ക്യാച്ച് കീവേഡ് ആണ്, അതേപോലെ ഫൈനലി ഒരു കീവേഡ് ആണ്. ഓക്കെ, ഈ ഫൈനലി ബ്ലോക്കിൽ നമ്മൾ കൊടുക്കണ സ്റ്റേറ്റ്മെന്റ് എറർ ഉണ്ടായാലും എറർ ഉണ്ടായില്ലെങ്കിലും ഒക്കെ വർക്ക് ആവും. ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ വർക്ക് ആവും. അത് ഇപ്പൊ അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനാണ് പറഞ്ഞ irrespective of the error occurring, the finally block will execute. ഓക്കെ, അതിപ്പോ ഈ ട്രൈ ബ്ലോക്കിൽ നമ്മളിപ്പോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു വിചാരിച്ചു. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു നമ്മൾ ട്രൈ ബ്ലോക്കിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും അവിടുന്ന് റിട്ടേൺ ആയില്ലോ, അപ്പൊ ബാക്കിയൊന്നും എന്തായാലും വർക്ക് ആവില്ല. അങ്ങനെയല്ല, ട്രൈ ബ്ലോക്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്താലും ഫൈനലി എന്നൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഫൈനലി എന്നൊരു ബ്ലോക്കിൽ കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ആവും, റിട്ടേൺ ചെയ്താലും എന്ത് ചെയ്താലും. ആകെ നമ്മളിപ്പോ സിസ്റ്റം ഡോട്ട് എക്സിറ്റ് എന്നൊരു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ കൊടുക്കും പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ. അത് വന്നാൽ മാത്രമേ ഉള്ളൂ ഫൈനലി എക്സിക്യൂട്ട് ആവാത്തത്. അങ്ങനത്തെ വളരെ കുറച്ച് കേസസിൽ ഫൈനലി എക്സിക്യൂട്ട് ആവാത്തുള്ളൂ. അല്ലാത്ത എന്തൊരു കേസിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാൻ റൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ശരി. ഇതാ
ഞാൻ ഡിവിഷൻ ബൈ 0 കൊടുത്തു. നമ്പർ ഷുഡ് നോട്ട് ബി ഡിവൈഡഡ് ബൈ 0 വന്നു എൻ്റെ ഫസ്റ്റ് ഔട്ട്പുട്ട്. ഫസ്റ്റ് ലൈൻ ഓഫ് ദ ഔട്ട്പുട്ട് അത് ഇതാണ്. പിന്നെ ഫൈനലി വർക്ക് ചെയ്തു. പിന്നെ ഔട്ട് ഓഫ് ട്രൈ ക്യാച്ച് ഫൈനലി വർക്ക് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് തോന്നും. ഫൈനലിയും പിന്നെ ഈ പുറത്ത് എല്ലാത്തിൻ്റെയും പുറത്ത് കൊടുത്തതും. അതാ ഞാൻ പറഞ്ഞത്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യണം എന്നില്ല, ഇത് ഏറ്റവും പുറത്ത് കൊടുത്തത്. പക്ഷെ ഫൈനലിയിലത്തെ വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പീസ് ഓഫ് കോഡ് which is very important that you have to execute it even if the error occurs or not. You'll have to give it in a finally block just to be safe. Okay. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനലി. അപ്പൊ എന്താണ് ട്രൈ ക്യാച്ച് ഫൈനലി? ഫൈനലി ഈസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ കേട്ടോ. പറഞ്ഞ ഫൈനലി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇത്രയും കാലം ഫൈനലി ഇല്ലാണ്ടല്ലേ ജീവിച്ചത്. പറഞ്ഞപ്പോൾ നമ്മൾ ട്രൈ ക്യാച്ച് ഒക്കെ നോക്കി, ട്രൈ നോക്കി, അതിലൊന്നും ഫൈനലി ഉണ്ടായിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആകെ നിർബന്ധമുള്ള ട്രൈന്റെ കൂടെ ഒരു ക്യാച്ച് വേണം എന്നാണ്. ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുമ്പോൾ വെറുതെ ട്രൈ കൊടുത്തിട്ട് ക്യാച്ച് കൊടുക്കാണ്ട് അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ഫൈനലി യൂസ് ചെയ്യണമെങ്കിൽ ട്രൈ കൊടുക്കണം. ട്രൈ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഫൈനലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ത്രോ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട്. ഓക്കെ, അതും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ത്രോ കീവേഡ്. അത് ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ് ത്രോന്റെ. പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാതും കൂടി മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മെല്ലെ മെല്ലെ മനസ്സിലായിക്കോളും. ത്രോ കീവേഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാമിൽ ഒരു സിറ്റുവേഷൻ വന്നു, കമ്പ്യൂട്ടറിന് ഇപ്പൊ എറർ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നല്ല, എറർ ഒന്നും ഇല്ല. നമ്മൾ ഡിവിഷൻ ബൈ 0 ഒന്നും ചെയ്തിട്ടില്ല എറർ ചെയ്യാൻ. നല്ല അടിപൊളി പ്രോഗ്രാം. പക്ഷെ നമുക്കൊരു പോയിന്റിൽ ഒരു എറർ ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് റെക്കോർഡ് ഫില്ല് ചെയ്യുക. എന്തിനാ? ഒരു ബാസ്കറ്റ്ബോൾ ടീമിലുള്ള സ്റ്റുഡന്റ് റെക്കോർഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോഗ്രാമിൽ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഏജ് അല്ല, ഹൈറ്റ് ബിലോ 140 സെന്റിമീറ്റേഴ്സോ എന്തെങ്കിലും, ജസ്റ്റ് ഒരു റാൻഡം ഹൈറ്റ് ആട്ടോ. 140 ഹൈറ്റ് ബിലോ 140 സെന്റിമീറ്റേഴ്സ് ആണെങ്കിൽ ദ ചൈൽഡ് ഇസ് നോട്ട് എലിജിബിൾ ടു പ്ലേ ബാസ്കറ്റ്ബോൾ എന്നൊരു എറർ വേണം നമുക്ക്. അപ്പോ ഈ ഹൈറ്റ് ലെസ് ദാൻ 140 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചോളം, ഐ മീൻ ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചോളം ഒരു എറർ അല്ല. പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ, ലോജിക്കലായിട്ട് തെറ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒരു എറർ അവിടെ വേണം. പറഞ്ഞ he or she is ineligible to compete in basketball. ഓക്കെ, നമുക്ക് ആ ഒരു എറർ അപ്പോ ഉണ്ടാക്കണം, നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ത്രോ കീവേഡ് യൂസ് ചെയ്യുക. നമ്മൾ ആ ഒരു എറർ ത്രോ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് അത് ക്യാച്ച് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രിന്റ് ചെയ്യേ, മെസ്സേജ് പ്രിന്റ് ചെയ്യേ, എന്താ വെച്ചാൽ ചെയ്യും. ഇപ്പോ ഇവിടെ എൻ്റെ പ്രോഗ്രാം നോക്കിയാൽ മനസ്സിലാവും, വലിയ ലോജിക് ഒന്നും ഇല്ലാത്ത പ്രോഗ്രാമാണ്. എൻ്റെ മെയിൻ ബ്ലോക്ക് ഉണ്ട് ഇവിടെ, ഐ മീൻ മെയിൻ ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല പ്രത്യേകിച്ച്. പറഞ്ഞ എറർ ഉണ്ടാവാൻ എന്തെങ്കിലുമൊക്കെ വരണമല്ലോ, ഒന്നുമില്ല. ആകെപ്പാട് ഒരു ത്രോ എററേ ഉള്ളൂ. ഒന്നുമില്ലാണ്ട് ഇരിക്കുക. പക്ഷെ എനിക്ക് തോന്നി എനിക്കൊരു നൾ പോയിന്റർ എക്സെപ്ഷൻ ത്രോ ചെയ്യണമെന്ന്. ഞാൻ ത്രോ ചെയ്തു. ത്രോ ന്യൂ നൾ പോയിന്റർ എക്സെപ്ഷൻ. ആ ഒരു നൾ പോയിന്റർ എക്സെപ്ഷന്റെ ഒരു ഒബ്ജക്റ്റ് ത്രോ ചെയ്ത് കൊടുക്കുകയാണ് ഈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിന്. അപ്പൊ നമ്മൾ ക്യാച്ച് ബ്ലോക്ക് കൊടുത്തു, നൾ പോയിന്റർ എക്സെപ്ഷൻ വരികയാണെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നില്ല. കോട്ട് ഇൻസൈഡ് ഫൺ. ഓക്കെ, ഞാൻ നൾ പോയിന്റർ എക്സെപ്ഷൻ ത്രോ ചെയ്തു, അത് ക്യാച്ച് ചെയ്തു. അതിപ്പോ നമ്മൾ ഈ ത്രോ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ കമ്പ്യൂട്ടറിന് അതിന്റെ, ഐ മീൻ പ്രോഗ്രാമിന് അതിലൊരു വോയിസ് ഇല്ല. പിന്നെ പ്രോഗ്രാം ഇപ്പൊ നമ്മളോട് പറയണം അതിൽ എറർ ഒന്നും ഇല്ലല്ലോ, എന്തിനാ ത്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല. നമ്മൾ ത്രോ ചെയ്യാൻ പറഞ്ഞു, അത് ത്രോ ചെയ്തിരിക്കണം. ഓക്കെ,
അപ്പൊ ഇങ്ങനെ നമുക്കായിട്ട് എന്തെങ്കിലും എറർ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് എറർ ഉണ്ടാക്കണം എന്നുള്ളപ്പോഴാണ് നമ്മൾ ത്രോ കീവേഡ് യൂസ് ചെയ്യുക. നമ്മൾ ത്രോ കീവേഡ് യൂസ് ചെയ്യും, എന്നിട്ട് ഒരു എററിന്റെ ഒബ്ജക്റ്റ് എറിഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതിപ്പോ നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാറ്? ഇപ്പൊ ക്ലാസ് എ ഉണ്ട്, അതിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക എ ക്ലാസ് എ അതിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക എ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എ അല്ലേ. അപ്പൊ നമുക്കിപ്പോ ഈ OBJക്ക് പകരം ജസ്റ്റ് ന്യൂ എ എന്നും കൊടുക്കാം, റൈറ്റ്? OBJ യൂസ് ചെയ്യുന്നതിന് പകരം ന്യൂ എ എന്ന് കൊടുത്താലും മതി. അതന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടായത്. ന്യൂ നൾ പോയിന്റർ എക്സെപ്ഷൻ, നൾ പോയിന്റർ എക്സെപ്ഷന്റെ ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞു കൊടുക്കുക. ഓക്കെ, ആ ഒബ്ജക്റ്റ് നമ്മുടെ ക്യാച്ച് ബ്ലോക്ക് പിടിക്കും. നൾ പോയിന്റർ എക്സെപ്ഷൻ ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഈ, അത് പിടിക്കും ക്യാച്ച്, എന്നിട്ട് എന്നിട്ട് എന്താ വെച്ചാ ഇത് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് നടക്കണ പ്രോഗ്രാം. ഓക്കെ, ചിലപ്പോ ഈ ത്രോ ആകെപ്പാടെ ട്രൈ ക്യാച്ച് ഫൈനലി ത്രോ ഇനിയൊരു ത്രോസ് വരാണ്ട്. ചിലപ്പോ എന്തിനാ ഇപ്പൊ ഇതൊക്കെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കണ്ട് നിങ്ങൾ തന്നെ നോക്കുമ്പോൾ മനസ്സിലായിക്കോളൂ, കാര്യക്കണ്ട. ഇനി ത്രോസ് പറയണതിന് മുമ്പേ പറയാനുള്ള യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസിനെ പറ്റിയാണ്. യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ്, അതായത് ഇത്രയും കാലം ഇപ്പൊ നമ്മൾ നോക്കിയിരുന്ന ജാവയിൽ ഓൾറെഡി ഇൻബിൽറ്റ് എക്സെപ്ഷൻസ് ആയിരുന്നു. ഓക്കെ, അരിത്തമെറ്റിക് എക്സെപ്ഷൻ, എറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, നൾ പോയിന്റർ എക്സെപ്ഷൻ, ഇതൊന്നും നമ്മളല്ല ഡിഫൈൻ ചെയ്ത്, ജാവയിൽ ഓൾറെഡി ഉള്ള എക്സെപ്ഷൻ ക്ലാസ്സസ് ആണ്. ഇനിയിപ്പോ നമുക്ക് നമ്മുടേതായ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കണം. ഇപ്പൊ ആരെങ്കിലും എന്താ പറയാ, ഇപ്പൊ ആരെങ്കിലും നമ്മൾ കളർ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു, ആരെങ്കിലും വൈറ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് കളർന്ന് ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കണം. അങ്ങനെ ഒരു എക്സെപ്ഷൻ ജാവയിൽ ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എക്സെപ്ഷൻ വേണം അറ്റ് സം പോയിന്റ് ഇൻ ആ പ്രോഗ്രാം. അപ്പൊ നമുക്ക് തന്നെ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും, ജാവേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. And that is called user defined exceptions. We can actually define exceptions that we can use in programs. അതിനെ നമുക്ക് നമ്മുടെ സെയിം ബാക്കിയുള്ള എക്സെപ്ഷൻസിനെ പോലെ തന്നെ ട്രൈ വെച്ചിട്ട് ട്രൈ ചെയ്യാം, എന്നിട്ട് ക്യാച്ച് വെച്ചിട്ട് ക്യാച്ച് ചെയ്യാം, ത്രോ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോ ഇവിടെ ഐ ഹാവ് മൈ എക്സെപ്ഷൻ. എന്റെ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ആണ് മൈ എക്സെപ്ഷൻ. ഓക്കെ, ആൻഡ് ആർ എക്സെപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാ സ്പെസിഫിക് എക്സെപ്ഷൻസും ഇൻഹെറിറ്റ് ചെയ്യണ ആ മെയിൻ എക്സെപ്ഷൻ എന്നൊരു ക്ലാസ്സിനാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. എക്സെപ്ഷന്റെ പേര് ക്ലാസ്, എക്സെപ്ഷന്റെ പേര് എക്സ്റ്റെൻസ് ദ ക്ലാസ് എക്സെപ്ഷൻ, മെയിൻ എക്സെപ്ഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ എപ്പോഴും ഒരു എറർ മെസ്സേജ് വന്നിരുന്നല്ലോ. അപ്പോ എറർ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വന്നിരുന്നു, നമ്മൾ കണ്ടില്ലേ ഔട്ട്പുട്ടിലൊക്കെ. അതൊക്കെ ഈ എക്സെപ്ഷൻ ക്ലാസ്സിലുള്ള പണിയാണ്, എക്സെപ്ഷനിലുള്ള പണിയാണ്. ഓക്കെ, ആ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യല്. അപ്പൊ നമ്മൾ എന്താ മെസ്സേജ് വെച്ചാ നമ്മുടെ എക്സെപ്ഷന്റെ എന്ത് മെസ്സേജാ ഉള്ളത് വെച്ചാൽ അതങ്ങോട്ട് എക്സെപ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി കാര്യം എക്സെപ്ഷൻ നോക്കിക്കോളും. എക്സെപ്ഷൻ വരുമ്പോൾ പ്രിന്റ് ചെയ്യണത് അത് നോക്കിക്കോളും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ കൺസ്ട്രക്ടർ ഉണ്ടാക്കും പബ്ലിക് ക്ലാസ്സിന്റെ, പബ്ലിക് നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ്സിന്റെ, എന്നിട്ട് നമുക്ക് കിട്ടിയ സ്ട്രിങ് അതിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ സൂപ്പർ ക്ലാസ്സിലേക്ക്, ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ ക്ലാസ്സിലേക്ക് ഒരു സംഭവം പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂപ്പർ കീവേഡ് ആൻഡ് ഇൻ ബ്രാക്കറ്റ്സ് വി പാസ് വാട്ട് എവർ വി വാണ്ട്. അപ്പൊ സൂപ്പറിലേക്ക് നമ്മൾ ഈ സ്ട്രിങ് എസ് പാസ് ചെയ്ത് കൊടുത്തു. ഇനി ആ എസ് പ്രിന്റ് ചെയ്യൽ ഈ എക്സെപ്ഷൻ ക്ലാസ് ആണല്ലോ നമ്മുടെ സൂപ്പർ പാരന്റ് ക്ലാസ്, അത് നോക്കിക്കോളൂ. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ എക്സെപ്ഷൻ ഉണ്ടാക്കാനുള്ള പണി. ഇത് കഴിഞ്ഞു, നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരാം. ഓക്കെ, ഇത് എൻ്റെ പബ്ലിക് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, ത്രോസ് ത്രോസ് ഇപ്പൊ കണ്ടു.
ഇനി അഗൈൻ വലിയ ലോജിക് ഒന്നും ഇല്ലാത്തൊരു പ്രോഗ്രാം, ട്രൈ ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എക്സെപ്റ്റ് ഫോർ എ ത്രൂ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഉണ്ടാക്കിയ എക്സെപ്ഷൻ ഞാൻ ത്രോ ചെയ്യണം. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ലാണ്, ഞാൻ ത്രോ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ സ്ട്രിങ് ആണ് പാസ് ചെയ്യണേ, ഐ മേഡ് ദിസ് എക്സെപ്ഷൻ. അപ്പൊ ശരിക്കും എന്താ ഉണ്ടാവുക വെച്ചാ, ഇതൊരു കൺസ്ട്രക്ടർ ആണല്ലോ, ഈ ന്യൂ മൈ എക്സെപ്ഷൻ ബ്രാക്കറ്റിൽ ഈ സംഭവം കൊടുക്കേണ്ടത് കോൾ ടു ദ കൺസ്ട്രക്ടർ ആണ്. അതായത് നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയാ, അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ കോൾ ആവണ ഫംഗ്ഷൻ ആണ് കൺസ്ട്രക്ടർ. അപ്പോ ഇതിലിപ്പോ മൈ എക്സെപ്ഷൻ സ്ട്രിങ് എസ് എന്ന് പറയുന്നത് എൻ്റെ ഈ സ്ട്രിങ് ആണ്, ഐ മേഡ് ദിസ് എക്സെപ്ഷൻ എന്നുള്ള ഈ സ്ട്രിങ് ആണ്. അത് എന്നിട്ട് ഞാൻ സൂപ്പറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക, അത്ര ഉണ്ടാവുന്നു. ഇനി ഞാൻ ക്യാച്ച് ബ്ലോക്ക് വെച്ചു ആസ് യൂഷ്വൽ. പിന്നെ ഫസ്റ്റ് ഞാൻ തന്നെ ഒരു സംഭവം പ്രിന്റ് ചെയ്തു, കോട്ട്ന്ന് ഒരു വേർഡ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ എൻ്റെ എക്സെപ്ഷനിലത്തെ മെസ്സേജ് പ്രിന്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ് ഡോട്ട് ഗെറ്റ് മെസ്സേജ്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ റൺ. Okay, it did not run. Okay. Wait a second. റൺ ചെയ്യാം. ഇപ്പൊ നമ്മൾ റൺ ചെയ്തപ്പോ കോട്ട് എന്ന് വന്നു, ഐ മേഡ് ദിസ് എക്സെപ്ഷൻ എന്നും വന്നു. ഓക്കെ, ഇത് വന്നു. എക്സ് ഡോട്ട് ഗെറ്റ് മെസ്സേജിൽ എനിക്ക് ഈ ഞാൻ അയച്ച മെസ്സേജ് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും. ഓക്കെ, ഈ മെസ്സേജ് നമ്മൾ പാസ് ചെയ്തു എക്സെപ്ഷൻ ക്ലാസ്സിലേക്ക്, അത് സൂപ്പർ ക്ലാസ്സിലേക്ക് പാസ് ചെയ്തപ്പോൾ അത് അതിന്റെ മെസ്സേജായി സ്റ്റോർ ആയി. അപ്പൊ നമ്മൾ അതിന്റെ മെസ്സേജ് ആ ഒരു എക്സെപ്ഷന്റെ മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സ്ട്രിങ് പ്രിന്റ് ചെയ്തു. ഇതിപ്പോ ഞാൻ സ്ട്രിങ് മാറ്റി കൊടുത്താൽ മാറി വരും അത്. ഓക്കെ, മാറ്റി കൊടുത്തോ നമുക്ക്. ആണ് ഇപ്പോ ഐ മേഡ് ദിസ് എക്സെപ്ഷൻ പകരം ഹലോ വന്നു, കാരണം ഞാൻ ആ സ്ട്രിങ് പാസ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെയാണ് ത്രോ. നമ്മൾ ത്രോ ചെയ്തു, യെസ്, നമ്മുടെ എക്സെപ്ഷൻ ഉണ്ടാക്കി. ഇനി ഇത് നമ്മൾ പറഞ്ഞു വന്നത് ത്രോസ് കീവേഡ് എന്ന് പറയാനായിരുന്നു. അപ്പോ ഇനിയിപ്പോ ഞാൻ ഇതില് ട്രൈ ബ്ലോക്ക് ഒന്നും കൊടുത്തില്ല, ക്യാച്ച് ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ത്രോ, എൻ്റെ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാനേ കൊടുത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഒരു സാധാരണ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സാധാരണ നമ്മളിപ്പോ ആദ്യം അരിത്തമെറ്റിക് എക്സെപ്ഷൻ നമ്മളിപ്പോ സീറോ വെച്ച് ട്രൈ ക്യാച്ച് ഒന്നും വെച്ച് ചെയ്യാത്തപ്പോ നമുക്ക് ആദ്യം ഇങ്ങനെ എറർ ഒന്നും കാണിച്ചിരുന്നില്ല. ഇങ്ങനെ കണ്ടു കുറെ അണ്ടർലൈൻ ഒക്കെ റെഡ് അങ്ങനെയൊന്നും കാണിച്ചിരുന്നില്ല. ഇതിലിപ്പോ എന്തിനാ കാണിക്കണമെന്ന് നമുക്ക് നോക്കാം. അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ ടൈപ്പ് മൈ എക്സെപ്ഷൻ. അതെന്താന്ന് വെച്ച് നമ്മൾ പ്രോഗ്രാം പറയണ ഇതിൽ കമ്പൈൽ ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്, കാരണം മൈ എക്സെപ്ഷൻ ഒരു എക്സെപ്ഷൻ ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ട് കാണാനില്ല, ഹാൻഡ്ലിങ് സ്റ്റേറ്റ്മെന്റ്സ് എവിടെയും കാണാനില്ല എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ അതെന്തുകൊണ്ടാ വെച്ചാ ജാവയിൽ ഇൻബിൽറ്റ് അല്ലല്ലോ ഈ മൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു എക്സെപ്ഷനാണ്. ഓക്കെ, ജാവയ്ക്ക് ഒരു പിടിയില്ല അങ്ങനെ ഒരു എക്സെപ്ഷൻ വരും പറഞ്ഞ ത്രോ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മള്
നമ്മൾ യൂസർ ഡിക്ലെയർഡ് എക്സെപ്ഷൻ ഏത് എക്സെപ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ മെയിൻലി നമ്മൾ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസിനാണ് ത്രോസ് കീവേഡ് യൂസ് ചെയ്യുക. അത് നമ്മൾ പറയാ ത്രോസ് മൈ എക്സെപ്ഷൻ. അതായത് നമ്മൾ പ്രോഗ്രാമിനോട് പറയാണ് ഇങ്ങനൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നോക്കിയും കണ്ടൊക്കെ പൊക്കോളൂ എന്ന് പറയാം. പറഞ്ഞ എന്നിട്ട് നമ്മൾ കമ്പൈൽ ടൈമിൽ ആ ഒരു ഏത് നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുക അത് ഹാൻഡിൽ ചെയ്യാൻ. കമ്പൈൽ ചെയ്യുമ്പോൾ ഇങ്ങനൊരു എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്, അത് ഹാൻഡിൽ ചെയ്യുമോ. അപ്പൊ അതിന്റെ ഡിഫോൾട്ട് ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്താ, അങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നാൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുക, അതിന്റെ മെസ്സേജ് പ്രിന്റ് ചെയ്യുക. അതല്ലേ ഡിഫോൾട്ട് ആയിട്ട് ഒരു എക്സെപ്ഷൻ വന്നാൽ നടക്കാറ്, ഹാൻഡ്ലിംഗ് നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ നമ്മൾ പറയാ ഇങ്ങനൊരു എക്സെപ്ഷൻ വരാൻ സാധ്യത ഉണ്ട്, അത് വന്നാൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്തോളൂ എന്ന് പറയാം നമ്മൾ ആ പ്ലാറ്റ്ഫോമിനോട്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നോക്കി നോക്കാം. ഇപ്പോ ഇപ്പൊ അണ്ടർലൈൻ ഒക്കെ പോയി, ഒക്കെ റെഡിയായി. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ ആ എറർ, സാധാരണ എറർ പ്രിന്റ് ആവണ പോലെ വന്നു. മൈ എക്സെപ്ഷൻ, എററിന്റെ പേര് മൈ എക്സെപ്ഷൻ, മെസ്സേജ് എന്നുള്ളത് ഹലോ. ഓക്കെ, ഇൻ മെയിൻ ഡോട്ട് മെയിൻ. യാ, അതായത് മെയിൻ ക്ലാസ്സിലത്തെ മെയിൻ ഫംഗ്ഷനിലാണ് ഈ പ്രശ്നം വന്ന് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ത്രോസ് കീവേഡിന് എന്താന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്കിപ്പോ ചിലപ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻഡ് ആവണമെന്നില്ല, ചിലപ്പോൾ കമ്പൈൽ ടൈമിൽ എറർ വരുമല്ലോ, അത് കമ്പൈലർ തന്നെ പറഞ്ഞുതരും ഇതിന് ഇങ്ങനെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ പ്രോഗ്രാമിന് ഇതിങ്ങനെ ഒരു എറർ വരും, അപ്പൊ എന്താച്ചാ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്ന് നമ്മുടെ അടുത്ത് കമ്പൈലർ തന്നെ പറയും, അണ്ടർലൈൻ റെഡ് അണ്ടർലൈൻ ഇട്ടിട്ട്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിന് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കണം, അതെ ഇങ്ങനെ ഒരു എറർ വരാൻ സാധ്യത ഉണ്ട്, അപ്പൊ നിങ്ങൾ എന്താച്ചാ നോക്കിയും കണ്ടു ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ത്രോസ് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇഫ് യു വോണ്ട് ടു റീഡ് മോർ അബൌട്ട് ഇറ്റ്, ഞാനിപ്പോൾ പറഞ്ഞ ആ സൈറ്റിലൊക്കെ പോയി നോക്കിയാൽ മതി. എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്, കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ കഴിഞ്ഞു? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി എക്സെപ്ഷൻസ്, ഇത് ആദ്യം പറയേണ്ടതായിരുന്നു, അത് കുഴപ്പമില്ല. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ചെക്ക്ഡ് എക്സെപ്ഷൻ. ഒന്നെന്ന് പറയുന്നത് ചെക്ക്ഡ് എക്സെപ്ഷൻസ്, രണ്ടാമത്തെ അൺചെക്ക്ഡ് എക്സെപ്ഷൻസ്, മൂന്നാമത്തെ എറേഴ്സ് എന്ന് പറയും. It'll seem bizarre, but yeah, errors, error. ഇത് മൂന്നും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻസ് വിച്ച് ആർ ചെക്ക്ഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം, ഐ മീൻ ഇൻ കമ്പൈൽ ടൈം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന എക്സെപ്ഷൻസിനെയാണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുക. ഓക്കെ, ഇനി അൺചെക്ക്ഡ് എക്സെപ്ഷൻസ് ഉണ്ട്, അത് റൺ ടൈമിലാണ് ചെക്ക് ചെയ്യുക. പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അൺചെക്ക്ഡ് എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ കമ്പൈലേഷൻ സക്സസ്ഫുള്ളി നടക്കും, കമ്പൈലിംഗിൽ പ്രശ്നമൊന്നും വരില്ല, പക്ഷെ റൺ ചെയ്യുമ്പോൾ നമുക്ക് എറർ വരും. അതാണ് റൺ ടൈം എക്സെപ്ഷൻസ്. റൺ ടൈമിൽ മാത്രം ചെക്ക് ചെയ്യുന്ന എക്സെപ്ഷൻസ് ആർ അൺചെക്ക്ഡ് എക്സെപ്ഷൻസ്. ഇനി എറേഴ്സ്. ഓക്കെ, എറേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എക്സെപ്ഷൻ. ഇപ്പൊ ഔട്ട് ഓഫ് മെമ്മറി എക്സെപ്ഷൻ ഒക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ മീൻ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ, അതായത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാമർ വരുന്ന എക്സെപ്ഷൻസിനാണ് എറർ എന്ന് പറയുക. ഓക്കെ, ഈ ചെക്ക്ഡ് ആൻഡ് അൺചെക്ക്ഡ് ആർ അണ്ടർ ആർ കൺട്രോൾ. കാരണം അൺചെക്ക്ഡ് എക്സെപ്ഷൻസ് നമുക്ക് ഈ ചെക്ക്ഡും അൺചെക്ക്ഡും നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്ക് വെച്ച് ചെയ്യാം. അൺചെക്ക്ഡ് മെയിൻലി നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്ക് വെച്ച് ചെയ്യാം. അൺചെക്ക്ഡ് ആണ് ഈ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഒക്കെ വരാം. ഓക്കെ, പറഞ്ഞ ഇപ്പൊ നമ്മൾ 2 ഇൻപുട്ട് എടുക്കുന്നുണ്ട്, എയും ബിയും, നമുക്ക് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇൻപുട്ട് എടുത്തിട്ടാണ് എ ബൈ ബിയിൽ എക്സെപ്ഷൻ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റും, അതായത് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് നല്ലൊരു പ്രോഗ്രാമർ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇങ്ങനൊരു എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്, അപ്പൊ ട്രൈ ക്യാച്ച് ബ്ലോക്ക് വെച്ച് നമുക്ക് സെറ്റ് ആക്കാം എന്ന് വിചാരിക്കും. ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആണ് നമുക്ക്
ത്രോസ് കീവേഡ് ആവശ്യം വരിക. ചെക്ക്ഡ് എക്സെപ്ഷൻസ് എപ്പോഴാണ് വരിക എന്ന് ഞാൻ പറഞ്ഞേ, കമ്പൈൽ ടൈമിലാണ് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു കമ്പൈൽ ടൈമിൽ വരുന്ന എക്സെപ്ഷൻസിന് കമ്പൈലർ തന്നെ നമ്മളോട് പറയും, ചിലപ്പോൾ പറഞ്ഞ ഇത് വരാൻ സാധ്യത ഉണ്ട്, അപ്പോൾ ഒരു ത്രോസ് കീവേഡ് കൊടുത്തോളൂ എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ത്രോസ് കീവേഡ് യൂസ് ചെയ്യുക. കമ്പൈലറിന് ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കാൻ, പറഞ്ഞാൽ ഇങ്ങനൊരു എക്സെപ്ഷൻ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഐ ഗെസ് ദാറ്റ്സ് ഓൾ അബൌട്ട് എക്സെപ്ഷൻസ്. ഇനി നിങ്ങൾക്ക് KTU നോട്ട്സിൽ പോയി നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ KTU നോട്ട്സിൽ നോട്ട്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. ടീച്ചേഴ്സ് തരുന്ന PDF പവർ പോയിന്റ് ഒക്കെ നോക്കിയിട്ട് സെറ്റാക്കൂ. എക്സെപ്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടുള്ള ഫയൽ ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തേർഡ് ടോപ്പിക്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ടും ഫയൽ ഹാൻഡ്ലിങ്ങും. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതാണ് കുറെ പ്രോഗ്രാമിലൊക്കെ. നമ്മൾ system.out.println എന്നിട്ട് ബ്രാക്കറ്റിൽ കുറെ സംഭവങ്ങളൊക്കെ കൊടുക്കില്ലേ, എന്താ ഇങ്ങനെ. പക്ഷെ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എന്താ ചെയ്യണമെന്ന്. നമ്മൾ വെറുതെ സിന്റാക്സ് പഠിച്ച് എഴുതുകയാണ് ചെയ്യാറിലാണ് പതിവ്. നമ്മൾ ശരിക്കും എന്താ, ഇതിപ്പോ ബേസിക് പ്രോഗ്രാം ആട്ടോ, ബേസിക് പ്രോഗ്രാം. ഇതിപ്പോ റൈറ്റ് അല്ലാണ്ട് ഇപ്പൊ ഞാൻ പ്രിന്റ് തന്നെ കൊടുക്കാം നിങ്ങൾക്ക്. അതാണല്ലോ കുറച്ചും കൂടി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കാട്ടോ. system.out.print. ഇത് നമുക്ക് എന്താ വെച്ചാൽ system.out എന്ന് പറഞ്ഞാൽ സിസ്റ്റമിന്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൺസോൾ. ഓക്കെ, system.out മീൻസ് സിസ്റ്റംസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൺസോൾ. എന്നിട്ട് .print കൂടി വരുമ്പോൾ നമ്മൾ പറയുകയാണ് സിസ്റ്റമിന്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൺസോളിലേക്ക് പ്രിന്റ് ചെയ്യൂ എന്ന് പറയുക. അതേപോലെ system.out.write ആണെങ്കിൽ സിസ്റ്റമിന്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൺസോളിലേക്ക് റൈറ്റ് ചെയ്യൂ. അങ്ങനെ. ഇനിയിപ്പോ നമ്മൾ സ്കാനർ യൂസ് ചെയ്യാറുണ്ടല്ലേ, ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. സ്കാനർ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് സ്കാനറിന്റെ ഉള്ളിൽ നമ്മൾ system.in എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കാറുണ്ട്, റൈറ്റ്? ആ system.in എന്ന് പറഞ്ഞപ്പോൾ system.out പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് കൺസോൾ. അതിപ്പോ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനലും ആണ് നമ്മുടെ കേസിൽ. മോസ്റ്റ് ഓഫ് ദി കേസസ് അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്കാനറിലേക്ക് ഈ സ്കാനറിന് പറഞ്ഞു കൊടുക്കുക, ഈ സിസ്റ്റമിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്നാണ് എനിക്ക് ഇൻപുട്ട് കൊടുന്നേരുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഇവിടെ. system.in. അപ്പോൾ നമുക്ക് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ അറിയാം. ഇനി നമുക്ക് ഫയൽ ഹാൻഡ്ലിംഗിന് ആവശ്യം വരും. ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക, ഫയലിൽ നിന്ന് റീഡ് ചെയ്യുക, അതിനൊക്കെ നമുക്ക് കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് ഈ സ്കാനർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണല്ലോ, java.util ഒരു ക്ലാസ് ആണ് സ്കാനർ ക്ലാസ്. അതേപോലെ നമുക്കൊരു പാക്കേജ് ഉണ്ട് java.io പറഞ്ഞിട്ട്, java.io. അതിൽ കുറേ ക്ലാസ്സസ് ഉണ്ട്. ഇങ്ങനെ ഇൻപുട്ട് എടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും ഫയലിലേക്ക് റീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ കുറേ ക്ലാസ് ഉണ്ട്. അതിലത്തെ ചില ക്ലാസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഫയൽ.io ഫയൽ ഇതിൽ നമുക്കിപ്പോ സ്ട്രീംസ് എന്താന്ന് അറിയണം കേട്ടോ. ആദ്യം സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ബൈറ്റ്സോ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സോ, അത് രണ്ടിനും വേറെ വേറെ എന്ന് വിളിക്കുക. ബൈറ്റ് സ്ട്രീമും ഉണ്ട്, ക്യാരക്ടർ സ്ട്രീംസും ഉണ്ട്. ബൈറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ക്യാരക്ടർ സ്ട്രീം ഇസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്കിപ്പോ ആലോചിക്കാനാണെങ്കിൽ ഒരു ചാനൽ പോലെ ഉദ്ദേശിച്ചാൽ മതി. പറഞ്ഞാൽ ചാനൽ ഒരു കനാൽ പോലെ, കുറച്ച് ബൈറ്റ്സിന് ഇങ്ങനെ ഒഴുകി പോകാനുള്ള ഒരു കനാൽ. ഓക്കെ, അപ്പോ ഈ ഫയൽ ഈ പ്രോഗ്രാം ഉണ്ടോ, ഞാൻ java.io ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിലത്തെ ക്ലാസ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോണേ. ഫയൽ.io ഞാനൊരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫൈനൽ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണല്ലോ, കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യെസ്, പിന്നെ നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് കാണുന്നത്. ഫയൽ ഇൻപുട്ട് സ്ട്രീം, ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം, ഇൻപുട്ട് ടെക്സ്റ്റ്.
ഇതിപ്പോ കണ്ടാൽ നമുക്ക് ഏകദേശം ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യാന്ന് മനസ്സിലാവും. കാരണം ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഡിക്ലെയർ ചെയ്യാറ്. ക്ലാസിന്റെ നെയിം അപ്പൊ എന്താ വരിക? ഫയൽ ഇൻപുട്ട് സ്ട്രീമാ വരിക. റൈറ്റ്, ഫയൽ ഇൻപുട്ട് സ്ട്രീം. എന്നിട്ട് ഒബ്ജക്റ്റിന്റെ പേര് ഇൻപുട്ട് സ്ട്രീം. ഇനി ഫയൽ ഇൻപുട്ട് സ്ട്രീമിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു ഫയലിന്റെ നെയിമാണ്, ഒരു ടെക്സ്റ്റ് ഫയലിന്റെ നെയിം. റൈറ്റ്, ടെക്സ്റ്റ് ഫയലിന്റെ നെയിം നമ്മൾ പാസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ സ്ട്രീമിനെ ഒരു കനാല് പോലെ ഉദ്ദേശിച്ചാൽ മതി. ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫയലിലേക്ക് ഇൻപുട്ട് കൊണ്ടുവരാനുള്ള സ്ട്രീമാണ്. ഓക്കെ, ഇൻപുട്ട് കൊണ്ടുവരാനുള്ള കനാൽ. അതായത് ബൈറ്റ്സ് ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഫയലിലേക്കാണ് ഒഴുകി വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ആ കനാലിനെ നമ്മുടെ ഇൻപുട്ടിലേക്ക് അത് ഇൻപുട്ട് കൺസോളിലേക്ക് ഓൾറെഡി അത് കണക്റ്റഡ് ആണ്. ഇനി നമുക്കത് കണക്ട് ചെയ്യേണ്ട എങ്കിടാ പോകേണ്ടതെന്ന്, അതായത് നമ്മുടെ ഫയലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അത് എങ്കിടാ കണക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ ഫയലിന്റെ നെയിം കൊടുത്തിട്ട് നമ്മൾ പറയണ ഈ ഫയലിലേക്കാണ് ഈ ഇൻപുട്ട് സ്ട്രീം കണക്ട് ആവേണ്ടത് എന്ന് പറയാം. അതായത് ഇപ്പൊ ഞാൻ ഇൻപുട്ട് ഡോട്ട് txt ഫയലാണ് കൊടുത്തത്. ഇനി ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, അതേപോലെ തന്നെ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഫയലിൽ നിന്ന് ഔട്ട്പുട്ട് കൊടുക്കാനുള്ള സ്ട്രീമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അറിയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീംസ് ആണ് കേട്ടോ. സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈറ്റ് സ്ട്രീംസും ഉണ്ട്, ക്യാരക്ടർ സ്ട്രീംസും ഉണ്ട്. ഇറ്റ്സ് ബേസിക്കലി a sequence of bytes or a sequence of characters. A sequence of byte is called a byte stream. Sequence of characters നെ പറഞ്ഞാൽ നമ്മൾ character stream എന്നാണ്. ഓക്കെ, അതിപ്പോ ആലോചിക്കാൻ സിംപ്ലിസിറ്റിക്ക് ഒരു ചാനലിനെ പോലെ ആലോചിച്ചാൽ മതി, ഒരു കനാലിനെയൊക്കെ പോലെ. ഈ ബൈറ്റ്സിന് ഒഴുകി വരാൻ പറ്റുന്ന ഒരു കനാൽ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ ഒഴുകി വരാൻ പറ്റുന്ന ഒരു കനാൽ. ഓക്കെ, ആ കനാലിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. റൈറ്റ്, അപ്പോ നമുക്ക് ഇവിടെ ബൈറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ബൈറ്റ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടേ കൊടുക്കാനുള്ളതാണ്. റൈറ്റ്, അപ്പൊ നമ്മളിപ്പോ ടെക്സ്റ്റ് ആയിട്ട് ഒഴുക്കി വിട്ടാലും അത് ബൈറ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് ഒഴുകി വരുള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആണല്ലോ, ആസ്കി കോഡ് ക്യാരക്ടേഴ്സ്. അങ്ങനെ നമ്മളിപ്പോ ഇൻപുട്ട് കൊടുത്താലും അത് കൺവേർട്ട് ആവും അറ്റ് സം പോയിന്റ് ബൈറ്റ് ആയിട്ട് ആ ഒരു സ്ട്രീമിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നോക്കാൻ പോണ ഈ ബൈറ്റ് സ്ട്രീംസ് ആണ്. ബൈറ്റ് സ്ട്രീമും അതിനോട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് ക്ലാസ്സസും ആണ്. യെസ്, നമ്മളിപ്പോ ഒരു ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു java.ioയിൽ കുറെ സംഭവങ്ങൾ ക്ലാസ്സുകളൊക്കെ ഉണ്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിന് പറ്റുന്ന, ഫയൽ ഹാൻഡ്ലിങ്ങിന് പറ്റുന്നത്. അപ്പോൾ അതിലത്തെ ക്ലാസ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ java.io പാക്കേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിലത്തെ എല്ലാ ക്ലാസ്സും. ഓക്കെ, and my file name is file.io, so my public class name is also file.io. ഇനി നമ്മുടെ മെയിൻ മെത്തേഡിലേക്ക് വരാം. മെയിൻ മെത്തേഡിൽ നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഇത് ഒരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്താ കേട്ടോ, ബഫർ സൈസ്. അതിന്റെ സൈസ് കൊടുത്താ, ഞാൻ ഒരു ഇന്റ് ബഫറിന്റെ സൈസ് കൊടുത്തതാ. ഇത് ഇനി ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് കാണുമ്പോൾ ട്രൈ ക്യാച്ച് ഉണ്ട്, അത് നമുക്ക് ഇത്തിരിയെങ്കിലും പരിചയമുണ്ട്. ബാക്കിയൊന്നും നമുക്കൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ഈ ലൈൻ 9th ലൈൻ നോക്കാം. ഇതിപ്പോ കണ്ടാൽ നമുക്ക് ഒരു ക്ലാസ് ഡിക്ലറേഷൻ ആണെന്ന് മനസ്സിലാവും. പറഞ്ഞ ഫയൽ ഇൻപുട്ട് സ്ട്രീം ഈക്വൽ ടു ന്യൂ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. പിന്നെ ഫയൽ ഇൻപുട്ട് സ്ട്രീം എന്നിട്ട് ബ്രാക്കറ്റിൽ എന്തോ. അപ്പൊ അത് നമുക്ക് കണ്ട ഒരു ക്ലാസ് ഒബ്ജക്ട് ഡിക്ലറേഷൻ ആണ് മനസ്സിലാവുന്നത്. ഇനി ഇതിലത്തെ ക്ലാസ് ഏതാപ്പോ? ക്ലാസ് ഫയൽ ഇൻപുട്ട് സ്ട്രീം ആണ്. ഓക്കെ, ഫയൽ ഇൻപുട്ട് സ്ട്രീം ഇസ് എ ക്ലാസ് ഇൻ java.io പാക്കേജ്. ഓക്കെ, ഇനി നമ്മുടെ ഒബ്ജക്റ്റ് വേരിയബിളിന്റെ പേര് ഇൻപുട്ട് സ്ട്രീം എന്നാണ്. നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ഫയലിന്റെ പേര് ഇൻപുട്ട് കൊടുക്കേണ്ടത് കണ്ടോ? എൻ്റെ ഇവിടെ സൈഡിൽ നോക്കിയാൽ ഇൻപുട്ട് ടെക്സ്റ്റ് എന്നൊരു ഫയൽ ഉണ്ട്. input.txt എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ട്. അതിൽ ഞാൻ hello how are you എന്ന് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ നോക്കിയിരുന്ന ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ സ്ട്രീം എന്ന് പറഞ്ഞ ഒരു കനാലായിട്ട് ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ ഈ ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ
ഈ നമ്മൾ കൊടുത്ത ടെക്സ്റ്റിന്ന് ഇൻപുട്ട് വാങ്ങാനുള്ള സ്ട്രീമാണ്. ഓക്കെ, കൊടുത്ത ടെക്സ്റ്റ് ഫയലിന് ഇൻപുട്ട് എടുക്കാൻ ആണ് ആ സ്ട്രീം. ഫയൽ ഇൻപുട്ട് സ്ട്രീം ഇസ് യൂസ്ഡ് ടു ഗെറ്റ് ഇൻപുട്ട് ഫ്രം ദ ടെക്സ്റ്റ് ഫയൽ. അപ്പോ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് ഈ സ്ട്രീമിനെ കണക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ഫയലിന്റെ പേര് കൊടുക്കുന്നത്. നമ്മൾ പറയണേ അതെ ഇതിൽ ഈ ഫയലിലേക്കാണ് കേട്ടോ കണക്ട് ആയിട്ട് ഇൻപുട്ട് എടുക്കണ്ടേ എന്ന് പറയാം നമ്മൾ. ഓക്കെ, അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് സ്ട്രീമും ഉണ്ട്. ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ ആ ഫയലിലേക്കാണ് നമ്മൾ കൊടുക്കണ ഔട്ട്പുട്ട് പോവുക. ഐ മീൻ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് ടെർമിനലിൽ ഔട്ട്പുട്ട് കിട്ടുക. അതിന് പകരം നമുക്ക് ഫയലിലേക്കാണ് ഔട്ട്പുട്ട് പോകേണ്ടത്. നമ്മളിപ്പോ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ പ്രിന്റ് ആവേണ്ടത് നമ്മുടെ ഫയലിലേക്കാ പ്രിന്റ് ആവേണ്ടത്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ഫയലിലേക്കാ പോകേണ്ടത്. അപ്പോൾ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം അതിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് വി ഹാവ് ടു കണക്ട് ദ ഫയൽ വിത്ത് ദ സ്ട്രീം. അപ്പൊ നമ്മൾ ആ ഫയലിന്റെ പേര് കൊടുക്കും. ഈ ഫയലിന്റെ പേര് ഇപ്പൊ നമ്മൾ output.txt കൊടുത്തിട്ട് ഇൻ കേസ് output.txt എന്നൊരു ഫയൽ നമ്മുടെ ഡയറക്ടറിയിൽ ഇല്ലെങ്കിൽ അത് തന്നെ ഉണ്ടാക്കിക്കോളും. പറഞ്ഞ ഔട്ട്പുട്ട് ഫയൽ അത് തന്നെ ഉണ്ടാക്കിക്കോളും. പക്ഷെ ഇൻപുട്ട് ഫയൽ അത് തന്നെ ഉണ്ടാക്കില്ല. കാരണം ഇൻപുട്ട് നമ്മൾ കൊടുക്കണമല്ലോ. ഐ മീൻ അതില്ലാണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് മേക്ക് സം റാൻഡം ടെക്സ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് ഗെറ്റ് ഇൻപുട്ട് ആൻഡ് ഓൾ ദാറ്റ്. സോ അത് എറർ കാണിക്കും. ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ കാണിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ബൈറ്റ് സ്ട്രീംസ് ആണ് രണ്ടും. അപ്പൊ നമുക്കൊരു ബൈറ്റ് ബഫർ വേണം. ഓക്കെ, ബൈറ്റ് ബഫർ എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് അറേ നമ്മൾ കിട്ടണ നമ്മൾ അടിച്ചു കൊടുക്കൂല്ലോ ടെർമിനലിൽ എന്താ കൊടുക്ക, അല്ലെങ്കിൽ അടിച്ചു കൊടുക്കില്ല. നമ്മളിപ്പോ ഇൻപുട്ട് എടുക്കുന്നത് ആ ഫയൽ എന്നല്ലേ, input.txt എന്നുള്ളൊരു ഫയൽ നിന്നാണ്. അതിന്ന് അത് ഓരോ പ്രാവശ്യം റീഡ് ചെയ്യുമ്പോഴും ഐ മീൻ എത്ര അതിന്റെ ആ ഫയൽ എൻഡ് വരെ റീഡ് ചെയ്യണമല്ലോ. അത് ഓരോ പ്രാവശ്യം റീഡ് ചെയ്യുമ്പോഴും ആ റീഡ് ചെയ്യണ സാധനം ആദ്യം നമ്മൾ ഒരു അറേയിൽ സ്റ്റോർ ചെയ്തിട്ടാണ് പിന്നെ റൈറ്റ് ചെയ്യുക. ഓക്കെ, അറേയിൽ ഇൻപുട്ട് കിട്ടിയത് അറേയിൽ സ്റ്റോർ ചെയ്തിട്ടാണ് അത് ഔട്ട്പുട്ടിലേക്ക് പറഞ്ഞു വിടുക. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ ഈ ബഫർ എന്ന് വെറുതെ ഒരു പേര്. അതിനിപ്പോ എനിക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാട്ടോ, ABCD എന്നൊക്കെ കൊടുത്തോ. വെറുതെ ഒരു വെയിറ്റിന് ബഫർ എന്ന് കൊടുത്തത്. ബൈറ്റ് അറേ, ബൈറ്റ് ടൈപ്പിലൊരു അറേ. ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേറ്റ ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. ബൈറ്റിന്റെ നമുക്ക് ഇൻറ്റ് അറേ എന്ന് പറയുന്ന പോലെ ബൈറ്റ് അറേ, അറേയുടെ പേര് ബഫർ. ആൻഡ് ഈ ബൈറ്റ് അറേയുടെ സൈസ് കൊടുക്കണ്ടേ നമുക്ക്. ന്യൂ ഇൻറ്റ് 5 എന്നൊക്കെ അല്ലേ നമ്മൾ ഇൻറ്റീജർ അറേന് കൊടുക്കാറ്. അതേപോലെ ബൈറ്റ് ബഫർ സൈസ്. ഈ ബഫർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്ത്. ഓക്കെ, ഇൻറ്റ് ബൈറ്റ്സ് റെഡ് ഈക്വൽ ടു -1. വെറുതെ ഒരു ഇനിഷ്യലൈസേഷൻ കൊടുത്താണ്. ഇനി ഇവിടെ വൈൽ ലൂപ്പിലേക്ക് എത്തി നമ്മൾ. ഓക്കെ, വൈൽ ബൈറ്റ്സ് റെഡ് ഈക്വൽ ടു ഇൻപുട്ട് സ്ട്രീം ഡോട്ട് റീഡ് ഫ്രം ബഫർ. ഓക്കെ, റീഡ് ടു ബഫർ. ദാറ്റ് ഈസ് ഈ ബൈറ്റ്സ് റെഡ് പറഞ്ഞ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. കണ്ടോ, ഇൻറ്റീജർ ആയിട്ട് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്താണ്. ആൻഡ് നമ്മളിവിടെ ചെയ്യാൻ നോക്കണ ഓപ്പറേഷൻ നമ്മൾ റീഡ് ചെയ്യാൻ നോക്കുക ഒരു ഫയലിന്. അപ്പൊ റീഡ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കൊരു ഇൻറ്റീജർ കിട്ടുക? ലൈക്ക് ഇൻ കേസ് ഇറ്റ്സ് സ്ട്രിങ്സ് ഉള്ള ഫയലാണ്. സോ വെൻ വി റീഡ് ഹൗ കെൻ വി ഗെറ്റ് എ ഇൻറ്റീജർ? നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ, എങ്ങനെ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഐ വിൽ ടെൽ യു. ഈ ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലേ, അതിലത്തെ ഒരു മെത്തേഡാണ് റീഡ് മെത്തേഡ്. അതിലത്തെ ഒരു മെത്തേഡാണ്. ഓക്കെ, അത് റിട്ടേൺ ചെയ്യണ വാല്യൂ ഇസ് ആൻ ഇൻറ്റീജർ. ഓക്കെ, റിട്ടേൺ ചെയ്യണ വാല്യൂ ഇസ് ആൻ ഇൻറ്റീജർ. അതായത് ടോട്ടൽ എത്ര, ആ ഇൻറ്റീജർ വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ദാറ്റ് ഇറ്റ് റെഡ് ഫ്രം ദ ഇൻപുട്ട്. ഓക്കെ, യു ക്യാൻ ആക്ച്വലി റീഡ് ഇറ്റ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് റെഡ് ഇൻ ടു ദ ബഫർ ഇസ് വാട്ട് ഇറ്റ് റിട്ടേൺസ്. ഇനി ഒന്നും റീഡ് ചെയ്തിട്ടില്ല വെച്ചാൽ അത് -1 റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഒന്നും റീഡ് ചെയ്യാത്ത ആ ഒരു കേസിൽ മാത്രമേ -1 റിട്ടേൺ ചെയ്യുള്ളൂ. ബാക്കിയുള്ള കേസിൽ ഒരു ബൈറ്റെങ്കിലും റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നെഗറ്റീവ് ആവില്ലല്ലോ. അപ്പോൾ ദാറ്റ്സ് വാട്ട് ബൈറ്റ്സ് റെഡ് സ്റ്റോർ. ഓക്കെ, ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാസ് റെഡ്. ഇനി ഇൻപുട്ട് സ്ട്രീം ഡോട്ട് റീഡ് ചെയ്യണ സാധനം ബഫറിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞത്. റീഡ് ഇൻ ടു ദ ബഫർ. ബഫർ ഇസ് ആർ ബൈറ്റ് അറേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻപുട്ട് വന്നത് റീഡ് ചെയ്ത് ബഫറിൽ സ്റ്റോർ ചെയ്തു.
ഓക്കെ. എന്നിട്ട് we are checking that it is not equal to -1. ഇവിടെ while condition basically is bytes read not equal to -1. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഉള്ളില് -1 അല്ലെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദ ഫയൽ. -1 എന്ന് പറഞ്ഞാൽ ഫയൽ എൻഡ് ആയി എന്നല്ലേ അർത്ഥം. ഒന്നും റീഡ് ചെയ്തില്ല, അപ്പൊ ഫയൽ എൻഡ് ആയി. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഫയൽ എൻഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക്, ഔട്ട്പുട്ട് സ്ട്രീമിന്റെ മറ്റേ അറ്റത്ത് ഏത് ഔട്ട്പുട്ട് ഡോട്ട് txt ആണ്, ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനാ പറയണത്. ഓക്കെ, റൈറ്റ് ചെയ്യാനാ പറയണത്. എന്ത് റൈറ്റ് ചെയ്യാനാ പറയണത്? ബഫർ എന്നുള്ള ബൈറ്റ് അറിയലത്തെ 0th ഇൻഡെക്സ് തൊട്ടിട്ട് ബൈറ്റ്സ് റെഡ്, ഇപ്പൊ ബൈറ്റ്സ് റെഡ് എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ ബൈറ്റ്സ് റെഡ്, ഐ മീൻ നമ്പർ ഓഫ് ബൈറ്റ്സ് റെഡ് അല്ലേ, അത്രയും ബൈറ്റ്സ് പ്രിന്റ് ചെയ്യാനാ പറയണത്. ബഫർ എന്ന് പറഞ്ഞ അറിയലത്തെ 0th ഇൻഡെക്സ് തൊട്ടിട്ട് ബൈറ്റ്സ് റെഡ് ന്റെ വാല്യൂ ഉള്ള അത്രയും ബൈറ്റ്സ് റൈറ്റ് ചെയ്യാനാ പറയണത്. ഓക്കെ. ഇനി വൈൽ ലൂപ്പിലല്ലേ, അപ്പൊ എൻഡ് ഓഫ് ദ ഫയൽ വരെ അത് പോവും, അപ്പൊ മൊത്തം റൈറ്റ് ആയി. ഇനി ഔട്ട്പുട്ട് സ്ട്രീം ഡോട്ട് ക്ലോസ്, ഇൻപുട്ട് സ്ട്രീം ഡോട്ട് ക്ലോസ്. നമ്മൾ എപ്പോഴും ഒരു സ്ട്രീം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് എ പ്രോഗ്രാമിംഗ് പ്രാക്ടീസ്. ഒരു സ്ട്രീം ഓപ്പൺ ആക്കി അത് ക്ലോസ് ആക്കണം. ഓക്കെ. ഇനി നമുക്കിതിൽ വരാനുള്ള സാധ്യത IO എക്സെപ്ഷൻ വരാം, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വരാം. അതിനെല്ലാത്തിനും ഞാൻ ക്യാച്ച് ബ്ലോക്ക് കൊടുത്തിട്ടില്ല, ഇപ്പൊ IO എക്സെപ്ഷന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. IO എക്സെപ്ഷൻ ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ. ഇൻപുട്ടിലോ ഔട്ട്പുട്ടിലോ എന്തെങ്കിലും എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്ത് കാണിക്കാനുള്ളതാണ്. ആൻഡ് എക്സ് ഡോട്ട് പ്രിന്റ് സ്റ്റാക്ക് ട്രീസ്. പ്രിന്റ് സ്റ്റാക്ക് ട്രീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എററിന്റെ ഒറിജിൻ വരെ കാണിക്കും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എറർ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് ഡോട്ട് txt പറഞ്ഞ ഫയൽ ഉണ്ട്. ഐ വിൽ ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. Okay, let's run. Oh, I'm sorry, അത് മറ്റേല് ഞാൻ സ്കാനർ വെറുതെ ഡിക്ലെയർ ചെയ്തേനെ, എറർ കാണിച്ചായിരുന്നു. ഞാൻ ഇൻപുട്ട് ഡോട്ട് txt എൻ്റെ ഹലോ ഹൗ ആർ യു ആയിരുന്നു, അതാണ് എൻ്റെ ഇൻപുട്ട് ടെക്സ്റ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ഔട്ട്പുട്ട് ഡോട്ട് txt ഡിലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഔട്ട്പുട്ട് ഡോട്ട് txt പിന്നെ ഉണ്ടായി, എന്നിട്ടായിരിക്കും ഹലോ ഹൗ ആർ യു പ്രിന്റ് ആയി. ഓക്കെ, യെസ്. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് നമ്മുടെ ക്യാരക്ടർ സ്ട്രീംസ്. ഓക്കെ, ഐ എം സോറി, ബൈറ്റ് സ്ട്രീംസ്. ഇനിയാണ് നമ്മൾ ക്യാരക്ടർ സ്ട്രീംസ് നോക്കാൻ പോണത്. ഓക്കെ, ക്യാരക്ടർ സ്ട്രീമിൽ നമ്മുടെ ഫയൽ കുറച്ച്, ഐ മീൻ നമ്മൾ യൂസ് ചെയ്യണ ക്ലാസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ അവിടെ ഫയൽ ഇൻപുട്ട് സ്ട്രീം, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം അല്ലേ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഫയൽ റീഡർ ആൻഡ് ഫയൽ റൈറ്റർ ആണ് യൂസ് ചെയ്യുക ക്യാരക്ടർ സ്ട്രീമിൽ. ഓക്കെ, ഫയൽ റീഡർ ആൻഡ് ഫയൽ റൈറ്റർ. യാ, ഓക്കെ. സോ ഇതിലിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാതും എടുത്തത് കേട്ടോ. java.io.star എന്നല്ലാണ്ട് എല്ലാതും ഒറ്റയ്ക്ക് ഇമ്പോർട്ട് ചെയ്തേ ഉള്ളൂ. സോ ത്രോസ്, ഇവിടെ നമ്മൾ ത്രോസ് കീവേഡ്, ഇഫ് യു ഹാവ് സീൻ ദ അതർ വീഡിയോ, ത്രോസ് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുക IO എക്സെപ്ഷൻ വരാൻ സാധ്യത ഉണ്ട്, സൂക്ഷിച്ചു പോകും. ഇനി നമ്മളിപ്പോൾ ഇതുവരെ കണ്ടില്ലാത്തൊരു ക്ലാസ് ആണ് ഫയൽ ക്ലാസ്. ഓക്കെ, ഫയൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഫയൽ ക്ലാസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഫയൽ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു, ഫയൽ, ആൻഡ് we told it to open the file myfile.txt. Let's make it input.txt. input.txt അതാണല്ലോ നമ്മുടെ അടുത്തുള്ളത്. ഇനി ഫയൽ റീഡർ, അടുത്ത ക്ലാസ് ആണ് ഫയൽ റീഡർ. ഇത് അതെ ഫയൽ ഇൻപുട്ട് സ്ട്രീം പോലെ തന്നെയാണ്. ഫയൽ റീഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് മേടിക്കാൻ, ഐ മീൻ നമ്മൾ കൊടുക്കണ ഫയലിന് ഇൻപുട്ട് മേടിക്കുക ചെയ്യുക ഈ ഫയൽ റീഡർ. ഇറ്റ് റീഡ്സ് ദ ഫയൽ ഫോർ ദ ഇൻപുട്ട്. ഓക്കെ, ആൻഡ് അതിലേക്ക് നമ്മൾ ആ ഫയൽ അറ്റാച്ച് ചെയ്യണമല്ലോ.
അപ്പൊ ഞാൻ ഈ ഫയൽ ഒബ്ജക്റ്റ് അറ്റാച്ച് ചെയ്തു. ഈ ഫയൽ ആട്ടോ അത്. ഈ ഫയൽ ഡിക്ലെയർ ചെയ്തില്ലേ, അതെന്ന് പറഞ്ഞ ഇൻപുട്ട് ഡോട്ട് ടി എക്സ് ടി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഫയൽ ഞാൻ ഇതിലേക്ക് കൊടുത്തു. അതിപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫയൽ നെയിം കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഐ മീൻ ഈ സാധനം ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഡയറക്റ്റ് നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അഗൈൻ മറ്റേത് നമ്മൾ ബൈറ്റ് അറേ ആയിരുന്നു. ഇതിലും നമ്മൾ അത് സ്റ്റോർ ചെയ്തിട്ടാണ്, ഇൻപുട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുക. അവിടെ ബൈറ്റ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത്, ഇവിടെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോണത്. ബിക്കോസ് ഇറ്റ്സ് എ ക്യാരക്ടർ സ്ട്രീം. സോ വിൽ ഡിക്ലെയർ എ ക്യാരക്ടർ അറേ. ഓക്കെ, ക്യാരക്ടർ അറേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ന്യൂ ക്യാരക്ടർ. എത്രയാണ് ക്യാരക്ടർ അറേയിൽ കൊള്ളേണ്ടതെന്ന് ചോദിച്ചാൽ ഫയൽ ഡോട്ട് ലെങ്ത്, ആ ഫയലിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും സൈസ് ഉള്ള ഒരു ക്യാരക്ടർ അറേ. ഓക്കെ, നമ്മൾ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഫയൽ ഡോട്ട് ലെങ്ത്. ഓക്കെ, ഇനി നമ്മുടെ ഫയൽ റീഡർ ഒബ്ജക്റ്റിന്റെ പേര് റീഡർ എന്നല്ലേ. റീഡർ ഡോട്ട് റീഡ് ക്യാഷ്, അത്രയും ക്യാരക്ടർ അത് റീഡ് ചെയ്തെടുക്കും ആ ഫയലിൽ നിന്ന്. ഈ റീഡർ ഒബ്ജക്റ്റ് ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്തെടുക്കും ഈ ക്യാരക്ടർ ക്യാഷ് അറേയിലേക്ക്. ഇനി എന്താ അടുത്ത പണി? നമുക്കത് റൈറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കത് റൈറ്റ് ചെയ്യാൻ അടുത്ത പണി. അപ്പോ നമുക്ക് ഔട്ട്പുട്ട് വേണമല്ലോ. നമ്മൾ ഇവിടെ ഇപ്പൊ ഇൻപുട്ടിന്റെ കാര്യം മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്കൊരു ഔട്ട്പുട്ട് സ്ട്രീം വേണം, ക്യാരക്ടർ ഔട്ട്പുട്ട് സ്ട്രീം. റൈറ്റ്, അതിനൊരു ഔട്ട്പുട്ട് ഫയലും വേണം. അപ്പൊ നമ്മൾ ഫയൽ ഔട്ട് അഗൈൻ ഔട്ട്പുട്ട് ടെക്സ്റ്റ് നോക്കാം. നമ്മൾ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് ഔട്ട്പുട്ട് ഡോട്ട് ടി എക്സ് ടി കൊടുത്തു. ഫയൽ റൈറ്റർ എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ആ ഔട്ട്പുട്ട് ഫയൽ കണക്ട് ചെയ്തു. ആ ഫയൽ റൈറ്റർ എന്നുള്ള സ്ട്രീമിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് ഫയൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് റൈറ്റ് ചെയ്യേ വേണ്ടുള്ളൂ. റൈറ്റർ ഡോട്ട് റൈറ്റ് ക്യാഷ്. ഓക്കെ, നമ്മൾ റൈറ്റർ എന്നുള്ള ഒബ്ജക്റ്റ്, ദിസ് റൈറ്റർ ഒബ്ജക്റ്റ് വിൽ റൈറ്റ് the characters in the chars array to the output text, I mean output.txt file. That is our output file. Okay, so the run is okay. It's hopefully run. Data successfully written in the specified file. Okay, അതിപ്പോ സെയിം തന്നെ ആയിരിക്കും, കാരണം എൻ്റെ ഇൻപുട്ട് ഫയൽ സെയിം ആണ്. ഇതാണ്ടോ, ഹലോ ഹൗ ആർ യു. അത് പക്ഷെ 2 പ്രാവശ്യം വന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഇതിലേക്ക് തന്നെ ഔട്ട്പുട്ട് ചെയ്ത്, ഇപ്രാവശ്യവും ഇതിലേക്ക് തന്നെ ഔട്ട്പുട്ട് ചെയ്ത്. 2 പ്രോഗ്രാമും കൊണ്ട് ഞാൻ ഇതിലേക്ക് ഔട്ട്പുട്ട് ചെയ്ത്, പക്ഷെ 2 പ്രാവശ്യം വന്നില്ല. അതെന്തുകൊണ്ടാച്ചാ നമ്മൾ റൈറ്റ് ഫയൽ കൊടുക്കുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് ഓവർ റൈറ്റ് ആണ് ചെയ്യുക. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചിട്ട് അതിന്റെ മീതെ എഴുതുക ചെയ്യുക, അതിന്റെ മീതെ പ്രിന്റ് ചെയ്യുക. അപ്പോൾ അത് 2 പ്രാവശ്യം വരില്ല. മുമ്പത്തെ ആ ഹലോ ഹൗ ആർ യു മാറ്റിയിട്ടാണ് അത് ഇപ്പോഴത്തെ ഔട്ട്പുട്ട് എഴുതി. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്യാരക്ടർ സ്ട്രീം. നമുക്കിനി ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു ബഫർ യൂസ് ചെയ്തിരുന്നല്ലോ, അതായത് ഒരു അറേ യൂസ് ചെയ്തിരുന്നല്ലോ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഇൻപുട്ട് എടുത്തത്. അതില്ലാണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് ക്ലാസ്സസ് യൂസ് ചെയ്യും. അതിപ്പോ ഞാൻ ബൈറ്റ് സ്ട്രീമിന്റെ കാണിച്ചു തരാം. പക്ഷെ ഇതേപോലെ തന്നെ ക്യാരക്ടർ സ്ട്രീമിലും ഉണ്ട്. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് മുമ്പ് നമ്മൾ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം മാത്രമേ യൂസ് ചെയ്തുള്ളൂ ബൈറ്റ് സ്ട്രീമിന്റെ പ്രോഗ്രാമിൽ. റൈറ്റ്, ഇവിടെ നമ്മളൊരു ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ ജസ്റ്റ് ആ ബഫറിന് പകരം നമ്മൾ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇവിടെ എവിടെയും നമ്മളൊരു ബഫർ അറേ ഡിക്ലെയർ ചെയ്യുന്നില്ല. നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എത്തുമ്പോഴേക്കും റൈറ്റ് ആയി. അപ്പൊ ഇതിനു മുമ്പെയാണ് നമുക്ക് ബഫർ അറേ ഡിക്ലെയർ ചെയ്യേണ്ടി വരിക. ഇവിടെ എവിടെയും എനിക്കൊരു ബഫർ അറേ കാണാനില്ല, അതിന്റെ ആവശ്യമില്ല. നമ്മൾ അതിന് പകരമാണ് ഈ ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീം യൂസ് ചെയ്യണം. വാട്ട് എവർ ഡാറ്റ എന്ത് ഡാറ്റ കിട്ടിയാലും അത് ഈ ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീം കൂടെയാണ് ഔട്ട്പുട്ട് ആവുക. നമുക്ക് വേറൊരു ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അതിനെ ഔട്ട്പുട്ടിലേക്ക് വിടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ഉണ്ട്. അതിലേക്ക് നമ്മൾ employee.txt ജസ്റ്റ് an imaginary ഫയൽ ആലോചിച്ചാൽ മതി. employee.txt ഓക്കെ, നമുക്ക് ഇമാജിനറി ആക്കണ്ട, നമുക്കറിയാം ഔട്ട്പുട്ട്.
ഔട്ട്പുട്ട് ഡോട്ട് ടി എക്സ് ടി ഫയലാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് കണക്ട് ചെയ്ത ഫയൽ. അതിലേക്കാണ് ഔട്ട്പുട്ട് പോവുക എന്തായാലും. ഓക്കെ, ഇനി ഒരു ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീം ഉണ്ട്. ഇത് കൂടെ ബൈറ്റ്സിന് മാത്രമേ പോകാൻ പറ്റൂ ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൽ. ഇതിന്റെ പേര് DOS എന്നാണ് ഒബ്ജക്റ്റിന്റെ പേര്. ആൻഡ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഔട്ട്പുട്ട് സ്ട്രീം നമ്മുടെ മറ്റേ ഔട്ട്പുട്ട് ഡോട്ട് ടി എക്സ് ടിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് സ്ട്രീമാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതായത് നമ്മൾ ഇതേനെ എന്ത് പോയാലും, ഐ മീൻ ഈ ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൽ കൂടെ എന്ത് പോയാലും അത് ഈ ഔട്ട്പുട്ട് ഡോട്ട് ടി എക്സ് ടിയിലേക്കാണ് പോവുക. ഓക്കെ, യെസ്. ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഒരു ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ്. ഔട്ട്പുട്ട് ഫയൽ അല്ല കണക്ട് ചെയ്യുക, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ് കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ കുറച്ച് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എംപ്ലോയീസിന്റെ. എന്നിട്ട് നമ്മൾ ഇനി റൈറ്റ് ചെയ്യാൻ പോണത് ഈ ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീം വെച്ചിട്ടാണ്. ഓക്കെ, എല്ലാ ക്ലാസ്സിനും റൈറ്റ് ചെയ്യേണ്ട ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. മറ്റേത് നമ്മൾ ജസ്റ്റ് റൈറ്റാ യൂസ് ചെയ്തത്, പക്ഷെ ഇതിൽ നമ്മൾ റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണം, അതിന്റെ ഡേറ്റ ടൈപ്പ് അറിയണം. റൈറ്റ് UTF എന്ന് പറഞ്ഞാൽ സ്ട്രിങ് പ്രിന്റ് ചെയ്യാനാണ്. റൈറ്റ് UTF മെത്തേഡ് ഇസ് യൂസ്ഡ് ടു പ്രിന്റ് സ്ട്രിങ്സ്. റൈറ്റ് ഫ്ലോട്ട് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു പ്രിന്റ് ഫ്ലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമിലുള്ള മെത്തേഡ്സ് ആയിരിക്കില്ല ചിലപ്പോൾ ഡാറ്റ ഔട്ട്പുട്ട് സ്ട്രീമിൽ ഉണ്ടാവുക. അത് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ശീലമായിക്കോളും, ഇതിലൊക്കെ ഏതാന്നൊക്കെ മനസ്സിലായിക്കോളും. അപ്പൊ നമ്മൾ റൈറ്റ് ചെയ്തു. നമ്മൾ ഈ ഓർഡറിൽ കൊടുത്തിരിക്കണ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എംപ്ലോയി ID ആണ് പ്രിന്റ് ചെയ്യണത്, പിന്നെ എംപ്ലോയി നെയിം, പിന്നെ സാലറി. ഓക്കെ, പിന്നെ അത് ക്ലോസ് ചെയ്തു, രണ്ടും ക്ലോസ് ചെയ്തു. നമ്മൾ തുറന്ന സ്ട്രീമൊക്കെ നമ്മൾ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം തുറന്നു, DOSും തുറന്നു, അപ്പൊ രണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി സെയിം വേ നമ്മൾ റീഡ് ചെയ്യും. ഓക്കെ, അതിന് ഡേറ്റ ഇൻപുട്ട് സ്ട്രീം യൂസ് ചെയ്യും. ഇവിടെ ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീമാണ് യൂസ് ചെയ്ത് വെച്ചാൽ ഇവിടെ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം യൂസ് ചെയ്യും. Okay, and the rest of it is like kind of the same. നമ്മൾ ഓരോന്നായിട്ട് ഇൻറ്റീജർ റീഡ് ചെയ്യും, സ്ട്രിങ് റീഡ് ചെയ്യും, ഫ്ലോട്ട് വാല്യൂ റീഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ്. ഇനിയിപ്പോ ക്യാരക്ടർ സ്ട്രീമിലുണ്ടല്ലോ ഇതേപോലെ ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീം. ക്യാരക്ടർ സ്ട്രീമിൽ നമുക്ക് ഫയൽ റീഡർ ആയിരുന്നു ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഫയൽ റീഡർ. അപ്പൊ നമുക്ക് ഈ ക്യാഷ് അറേക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുക, ഐ മീൻ അതിന് പകരമല്ല എക്സാക്ട്ലി, പക്ഷെ ഇപ്പൊ മനസ്സിലാക്കാൻ അങ്ങനെ വിചാരിച്ചാൽ മതി. ബഫേർഡ് റീഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ബഫേർഡ് റീഡർ BR equal to new ബഫേർഡ് റീഡർ. നമ്മൾ സാധാരണ ക്ലാസ് ഡിക്ലെയർ ചെയ്യണ പോലെ തന്നെ. ഓക്കെ, അതിലേക്ക് നമ്മൾ ഈ ഫയൽ റീഡർ ഒബ്ജക്റ്റ് ആണ് കൊടുക്കുക, അതായത് റീഡർ. ഓക്കെ, ഈ ബഫർ റീഡറിലേക്ക് നമ്മൾ പാസ് ചെയ്യുക ഫയലിന്റെ നെയിം അല്ല, ആ ഇൻപുട്ട് സ്ട്രീം ആണ്, മറ്റേ ആ ബൈറ്റ് സ്ട്രീമിലത്തെ പോലെ തന്നെ. ഓക്കെ, ആ സ്ട്രീമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ബഫർ റീഡർ ആയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രിറ്റി മച്ച് ഇറ്റ്. ഇനി നമുക്കൊരു പ്രിന്റ് റൈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അത് നമുക്ക് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. നമുക്ക് സാധാരണ സിസ്റ്റം നമ്മുടെ ടെർമിനലിലേക്ക് റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, എന്തിനാണെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്കാനർ പോലത്തെ ഒരു ക്ലാസ് തന്നെയാണ്. ഇതിപ്പോ നമ്മള് പക്ഷെ java.ioയിൽ ഉണ്ടാവുക മാത്രം. പ്രിന്റ് റൈറ്റർ പ്രിന്റ് റൈറ്റർ PW എന്നാണ് ഒബ്ജക്റ്റിന്റെ പേര്. അതിലേക്ക് നമ്മൾ system.out പാസ് ചെയ്തു, system.output പാസ് ചെയ്തു. സ്കാനർ നമ്മൾ ഇൻപുട്ട് എടുക്കാൻ യൂസ് ചെയ്യുക, പ്രിന്റ് റൈറ്റർ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുക. അപ്പൊ സ്കാനർ നമ്മൾ ഇൻപുട്ട് എടുക്കാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് system.in, അതായത് സിസ്റ്റത്തിന്റെ ഇൻപുട്ട് പാസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിലിപ്പോ നമുക്ക് ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത്, പ്രിന്റ് റൈറ്റർ ഔട്ട്പുട്ട് ആണ് തരിക. അപ്പൊ നമ്മൾ അതിലേക്ക് system.out എന്തിലേക്കാണ് ഔട്ട്പുട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അത് സിസ്റ്റമിന്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്കാണ്. ആൻഡ് ദിസ് ട്രൂ ഇസ് ജസ്റ്റ് അനദർ പാരാമീറ്റർ ദാറ്റ് യു ഹാവ് ടു ഗിവ്. അതങ്ങനെ സിൻടാക്സ് പഠിച്ചു വെച്ചാൽ മതി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ഗോ ഡീപ്പ് ഇൻ ടു ഇറ്റ് ആൻഡ് യാ. പിന്നെ നമുക്ക് ഇൻപുട്ട് എടുക്കേണ്ടത് input.txt എന്നൊരു ഫയലിൽ നിന്നാണ്. അത് എന്തെന്ന് ഇൻപുട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല.
ഇവിടെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഫയലിന് ഇൻപുട്ട് എടുക്കണേ ഉള്ളൂ. എഫ് ഇൻ ആണ് ഇൻപുട്ട് സ്ട്രീമിന്റെ പേര്. ഓക്കെ, എഫ് ഇൻ. ഞാൻ ഈക്വൽ ടു എഫ് ഇൻ ഡോട്ട് റീഡ് pw.print i പ്ലസ് ഇത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണം, pw.print എന്ന് കൊടുത്താൽ നമ്മുടെ ഔട്ട്പുട്ടിലേക്കാണ് പ്രിന്റ് ആവുക, ടെർമിനലിലേക്കാണ് പ്രിന്റ് ആവുക. എന്താ പ്രിന്റ് ചെയ്യാൻ കൊടുക്കണേ, നമ്മള് ഐ കൊടുക്കണ്ട. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഈ റീഡ് എന്നുള്ള മെത്തേഡ്, ഈ ഇൻപുട്ട് സ്ട്രീമിന്റെ റീഡ് എന്നുള്ള മെത്തേഡ് ഒരു ഇന്റീജർ ആണ് പാസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ആ ഇന്റീജർ എന്ന് പറയുന്നത് അത് റീഡ് ചെയ്യണ ക്യാരക്ടറിന്റെ ആസ്കി വാല്യൂ പാസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഐ എന്ന് പറയുന്നത് ഇപ്പൊ റീഡ് ചെയ്ത ക്യാരക്ടറിന്റെ ആസ്കി വാല്യൂ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഏത് ക്യാരക്ടറാണ് റീഡ് ചെയ്ത് വെച്ചാൽ ആ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ക്യാർ ഐ. ഐ എന്നുള്ള ആ ഇന്റീജർ വേരിയബിളിനെ ക്യാരക്ടറായി കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുക. ദാറ്റ് വിൽ ഗെറ്റ് us the actual character. ഓക്കെ, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ദിസ് ഇസ് എ ഡു വൈൽ ലൂപ്പ്. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. വലിയ ഔട്ട്പുട്ടാണ്. ഇതാ നമ്മുടെ ആസ്കി ക്യാരക്ടർ, നമ്മുടെ ആക്ച്വൽ ക്യാരക്ടർ. ഫസ്റ്റ് ഇതിലുള്ള മൊത്തം ആസ്കി ക്യാരക്ടേഴ്സും സെക്കൻഡിലൊക്കെ ഫുൾ ആക്ച്വൽ ക്യാരക്ടേഴ്സ്. ഇത് ആസ്കി ക്യാരക്ടർ ആണ് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നമുക്ക് നോക്കി വെക്കാം. 72Hന്റെ 101 ഇന്റെ കേട്ടോ, സ്മോൾ ലെറ്റർ ഇ. സോ ഇത് ആസ്കി കോഡിന്റെ ടേബിൾ ആണ്. എച്ചിന്റെ എന്താ 72, കറക്റ്റ്, റൈറ്റ്, കണ്ടോ. ഇനി ഇന്റെ അല്ലേ നോക്കണ്ടായിരുന്നു, ഇതാ ഈ 6th ലൈനില് ഇന്റെ ഈസ് 101. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും കറക്റ്റാ, സക്സസ്. അപ്പോ അതെന്തായിരുന്നു, പ്രിന്റ് റൈറ്റർ ആയിരുന്നു. ഓക്കെ, ഇനി ഇതെന്താ, ഇനി നമുക്ക് ഈ ക്യാരക്ടേഴ്സ് മാത്രം റീഡ് ചെയ്താൽ പോരല്ലോ. പറഞ്ഞ ടെക്സ്റ്റ് മാത്രം, നമ്മുടെ ജാവ എന്ന് പറഞ്ഞ കുറെ ഒബ്ജക്ട്സ്, കുറെ ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ക്ലാസ്സും ഒബ്ജക്റ്റ് ഒക്കെ പ്രിന്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ഒക്കെ തോന്നില്ലേ. അപ്പൊ അതിന് നമുക്ക് മറ്റേ ഇത്രയും ഇതുവരെ നമ്മൾ നോക്കിയത് വെച്ച് പറ്റില്ല. അത്ര സിമ്പിൾ ആയിട്ടല്ല, അത്ര അങ്ങനെ പറ്റില്ല, അങ്ങനെ എക്സാക്ട്ലി സെയിം വേയിൽ പറ്റില്ല. അത് കുറച്ച് ഡിഫറെന്റ് മെത്തേഡിലാണ് പറ്റുക നമുക്ക് ഒബ്ജക്റ്റ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും. അതിന് നമ്മൾ സീരിയലൈസിങ് ദ ഒബ്ജക്ട്സ് എന്ന് പറയും. സീരിയലൈസിങ് ദ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഗിവിംഗ് ദ കേപ്പബിലിറ്റി ടു ദ ഒബ്ജക്റ്റ് ടു ബി റെഡ് ആൻഡ് റിട്ടൺ. അതായത് ആ ഒരു ഒബ്ജക്റ്റിന് ആ ഒരു കേപ്പബിലിറ്റി കൊടുക്കുക, ആ ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാനും അതിനെ റൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആ ഒബ്ജക്റ്റിന് കൊടുക്കുക. ബൈ ഡിഫോൾട്ട് അത് ആ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവില്ല, ആ ഒരു ക്ലാസ്സിന് ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് കൊടുക്കാൻ പറ്റും ആ ഒരു കേപ്പബിലിറ്റി. ഓക്കെ, അത് കൊടുക്കാൻ പറ്റുക നമുക്ക് ഒരു ഇന്റർഫേസ് വഴിയാണ്. ആൻഡ് ദ ഇന്റർഫേസ് ഇസ് കോൾഡ് സീരിയലൈസബിൾ. ഇറ്റ്സ് ലൈക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി. നമ്മൾ സീരിയലൈസബിൾ ആക്കുകയാണ് ആ ഒരു ക്ലാസ്സിനെ. ഓക്കെ, അപ്പൊ ഇന്റർഫേസ് ആയതുകൊണ്ട് വി ആർ ഇംപ്ലിമെന്റിങ് ദ സീരിയലൈസബിൾ ഇന്റർഫേസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കണം ബോക്സ് എന്നൊരു ക്ലാസ് ആണ്. അതിനെ നമ്മൾ സീരിയലൈസബിൾ ആക്കി. അതിൽ നിന്നിട്ട് കുറെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്, വിത്ത്, ഹൈറ്റ്, ഡെപ്ത്. അതിന്റെ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. നമ്മളിപ്പോ ബോക്സ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു വിഡ്ത്തും ഒരു ഹൈറ്റും ഒരു ഡെപ്തും പാസ് ചെയ്താൽ ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് അത് ഇതിലത്തെ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും അത് അസൈൻ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഹൗ കൺസ്ട്രക്ടേഴ്സ് വർക്ക്. അത് നമുക്കറിയാലോ. ഇനി സ്ട്രിങ് ടു സ്ട്രിങ്, ഈ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ ചെയ്യാ, നമ്മൾ ഈ ഒബ്ജക്റ്റിനെ വിളിക്കൂലോ. ഒരു ഒബ്ജക്റ്റ്, നമ്മൾ ഈ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി വിചാരിച്ചോ. ഇപ്പോ ഒബ്ജക്റ്റിന്റെ പേരാണ് OBJ. ഇനി നമ്മൾ ആ OBJനെ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ, OBJ പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ, അതായത് system.out.print OBJ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യുക, ഇത് പ്രിന്റ് ചെയ്യും. ഓക്കെ, that is what this
മെത്തേഡ് ഡസ്. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത റിട്ടേൺ വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ആവുക. ഓക്കെ, ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. സോ ഇത് നമ്മുടെ സീരിയലൈസബിൾ ഡെമോ ക്ലാസ് ആണ്. ഐ മീൻ ക്ലാസ് ഡിക്ലെയർ ചെയ്തു, ബോക്സിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സ്പേസ് OBJ. അതിൽ നമ്മൾ വിഡ്ത്ത് പാസ് ചെയ്തു, ഹൈറ്റ് പാസ് ചെയ്തു, ഡെപ്ത് പാസ് ചെയ്തു, 10 345. ഓക്കെ, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം, നമുക്കൊരു ഫയലിലേക്കാണ് ഇത് റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഫയലിലേക്കാണ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്. ഫയലിന്റെ പേര് ബോക്സ് ഫയൽ. ഓക്കെ, നമ്മൾ അതിന് എക്സ്റ്റൻഷൻ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ബോക്സ് ഫയൽ. ഓക്കെ, ഇനി നമ്മൾ ഡേറ്റ എഴുതുമ്പോൾ ഡേറ്റ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബൈറ്റ്സ് എഴുതുമ്പോൾ ഡേറ്റ ഔട്ട്പുട്ട് സ്ട്രീം യൂസ് ചെയ്തിരുന്നു. ഇവിടെ ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഇത് നമ്മൾ വെറുതെ വെറുതെ നമ്മൾ പേരുണ്ടാക്കിയതല്ല കേട്ടോ. ഇങ്ങനത്തെ ക്ലാസ് ഉള്ളതാണ് java.ioല്. അതന്നെ യൂസ് ചെയ്യും വേണം. ഇങ്ങനെ തന്നെ എക്സാക്ട്ലി ഈ പേര് തന്നെ നമ്മൾ യൂസ് ചെയ്യും വേണം. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റ് നെയിം ആണ് OOS. അത് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തത് ആ ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം കൂടെ എന്തൊക്കെ പോകണോ അത് ഔട്ട്പുട്ട് ആവേണ്ടത് ആ ബോക്സ് ഫയൽ എന്നുള്ള ആ ഫയലിലാണ്. ഓക്കെ, ഇനി os.write object. This is the method to write an object. Okay, and which object do you have to write? You have to write the OBJ. അതാണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത ഒബ്ജക്റ്റ്. OS is asked to write the object OBJ. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് അത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യും. നമ്മുടെ പണി കഴിഞ്ഞു, OSന്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു ബോക്സ് ROBJ ഡിക്ലെയർ ചെയ്യാണ്, ഇൻപുട്ട് സ്ട്രീം. ഇനി നമ്മൾ ഇൻപുട്ട് സ്ട്രീം വെക്കുക. ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ ബോക്സ് ഫയലിലേക്ക് എന്തോ ഔട്ട്പുട്ട് ആയിട്ടുണ്ടല്ലോ, എന്തോ ബോക്സ് ഫയലിൽ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി ആ ബോക്സ് ഫയൽ നമ്മൾ ഇൻപുട്ട് ആക്കി വെക്കുക. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം. ഇനി നമുക്ക് ഇൻപുട്ട് ആണ് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടത്. ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്യുക ചെയ്ത്, ഇനി നമുക്ക് ഒബ്ജക്റ്റ് റീഡ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം കൊടുത്തു, അതിലേക്ക് നമ്മൾ ഈ ഫയൽ ഇൻപുട്ട് സ്ട്രീം കൊടുത്തു, കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ROBJയിലേക്ക് നമ്മൾ ഈ ബോക്സ് റീഡ് ചെയ്തെടുത്തു. ഐ മീൻ ബോക്സ് ഫയൽ നമ്മളൊരു ബോക്സ് അല്ലേ ബോക്സിന്റെ ഒബ്ജക്റ്റ് അല്ലേ റൈറ്റ് ചെയ്ത്, അത് നമ്മൾ റീഡ് ചെയ്തെടുത്തു. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ബോക്സ് എന്നുള്ള ഇതൊരു ക്ലാസ് ആണല്ലോ. ബോക്സ് ടൈപ്പ് ഉള്ള ഒബ്ജക്റ്റ് റീഡ് ചെയ്ത ഒബ്ജക്റ്റ് ബോക്സ് ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത്, ബോക്സ് ബ്രാക്കറ്റിൽ. ദിസ് ഇസ് ഹൗ വി ടൈപ്പ് കാസ്റ്റ്. നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് കണ്ടതല്ലേ. ഓ റീഡ് ചെയ്തു, അത് ROBJയിലേക്ക് പ്രിന്റ് ചെയ്തു, ഐ മീൻ ROBJയിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ സ്ട്രീം ക്ലോസ് ചെയ്തു. റൈറ്റ്, ആസ് വി ഓൾവേസ് ഡു. ഇനി system.out.println mybox ആൻഡ് ROBJ. ഇവിടെ നമ്മൾ ആ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോ ഐഡിയലി ഇതാണ് വരേണ്ടത്. ഐ മീൻ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ആവേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് റൺ. യെസ്, ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്. ഇതാണ് ഔട്ട്പുട്ട്. അതന്നെ പ്രിന്റ് ആയ മൈ ബോക്സ് പ്രിന്റ് ആയി. ജസ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് മൈ ബോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൈ ബോക്സ് പ്രിന്റ് ആയി. ബാക്കി വിഡ്ത്ത് ഈക്വൽ ടു 10, ഹൈറ്റ് ഈക്വൽ ടു 300, ഡെപ്ത് ഈക്വൽ ടു, അതാണ് ഈ സാധനം. ഓക്കെ, റൈറ്റ്. പിന്നെ ഈ ബോക്സ് ഫയൽ എന്നൊരു ഫയൽ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അത് ഞാൻ കുറച്ചു നേരം മുമ്പ് ഡിലീറ്റ് ചെയ്തായിരുന്നു, ഉണ്ടായി. ഇത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന പോലെ അല്ല പ്രിന്റ് ആയിരുന്നു, ഐ മീൻ ക്യാരക്ടേഴ്സ് ആയിട്ടല്ല പ്രിന്റ് ആയിരുന്നു. ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് പ്രിന്റ് ആവുക, പക്ഷെ സാധനം പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് റീഡും റൈറ്റും ചെയ്യാം. സോ ഐ ഗെസ് ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. നമ്മുടെ മോഡ്യൂൾ കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, കാരണം ഈ ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ
കുറേ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ച ക്ലാസ്സസ് അല്ലാണ്ട് വേറെ കുറേ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഡൗട്ട് വന്നിട്ട് ഓരോ സൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ക്ലാസ്സസ് ആയിരിക്കും. അപ്പൊ നമ്മള് ഇതിപ്പോ എന്തിനാ യൂസ് ചെയ്യുക, നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും അത് ക്യാരക്ടർ ക്ലാസ് ആണ്, ശരി ഇത് ബൈറ്റ് സ്ട്രീം ക്ലാസ് ആണ്, ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ പക്ഷെ അത് ചെയ്ത് ചെയ്ത് മനസ്സിലായിക്കോളും, അത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് സിമ്പിൾ ആണ് സംഭവം. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ പാക്കേജസ് എന്ന് പറയുന്ന സംഭവം ഒരു ടോപ്പിക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കിപ്പോൾ ഫസ്റ്റ് ഇത് സാധാരണ പ്രോഗ്രാമാണ്. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻപുട്ട്, അതായത് സ്ട്രിങ് നമുക്ക് ഇൻപുട്ട് ചെയ്യണം, അതിനെ പാർസ് ചെയ്ത് ഇൻറ്റീരിയേഴ്സ് ആയിട്ട് അതിനെല്ലാത്തിനും സം എടുക്കണം. അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്കപ്പോൾ പ്രോഗ്രാം അല്ല ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ സ്കാനർ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്കാനർ എന്താ, നമുക്കിപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് സ്കാനർ ക്ലാസ്. നമുക്കിപ്പോൾ സ്കാനറിന് പകരം നമുക്ക് വേണമെങ്കിൽ ബഫർ റീഡർ യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് എന്താ ഇൻപുട്ട് സ്ട്രീം ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് സ്കാനർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് java.util.scanner. ഇതെന്താ നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു പാക്കേജ് എന്ന് വിളിക്കുക. അപ്പോൾ പാക്കേജ് എന്ന് വിളിക്കുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ക്ലാസ് ആക്കിയിട്ട് ഒരു ഫയലിൽ കൊണ്ടിടുക. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഫയലിന് വിളിച്ചാൽ മതി. അപ്പം മാത്രമേ ക്ലാസ് റൺ ആവുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്കാനർ വേണമെന്ന് ഇവിടെ യൂസ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ നമ്മൾ സ്കാനറെ കംപ്ലീറ്റ് കോഡ് ഇവിടെ തന്നെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം, ആകെ വൃത്തികേടാവില്ലേ കോഡ്. അപ്പോൾ അതിന് പകരം ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ഒരു സിമ്പിളും എലഗൻ്റ് ആയിട്ടുള്ള വഴിയാണ് പാക്കേജസ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയണ്ടേ, java.util.scanner എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ആണുള്ളത്. അപ്പോൾ നമുക്ക് java.util എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലുള്ള തന്നെ വേറെ കുറേ പാക്കേജസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അതായത് ഇത് VS കോഡിന്റെ സംഭവം കേട്ടോ. അപ്പോൾ ഇതിലുള്ള എല്ലാ പാക്കേജസും ജസ്റ്റ് തമാശയും കാണിക്കും. ഇതൊക്കെ ഒരു കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ നമുക്ക് പാക്കേജസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തെങ്കിൽ ഇതിനുള്ളിലായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓരോ സംഭവം ഉണ്ടാവും. അതായത് ഓരോ മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, എന്താ വെച്ചെങ്കിൽ അതുണ്ടാവും. അതൊക്കെ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ സ്കാനർ യൂസ് ചെയ്യുന്നത്, ഐ മീൻ പാക്കേജസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു സംഭവം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു പാക്കേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നോക്ക്, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പാക്കേജ് അതായത് പാക്കേജ് എന്ന് പറഞ്ഞ കീവേഡ് മൈ പാക്കേജ് എന്ന് പറഞ്ഞൊരു ഐഡന്റിഫയർ ആണ്. നമ്മുടെ പാക്കേജിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പേര്, അത് ജസ്റ്റ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ട, അതിൽ വേണ്ട സംഭവം ക്ലാസ്, നമ്മൾ പാക്കേജിനുള്ള കൊടുക്കേണ്ട ക്ലാസ്സസ് പബ്ലിക്കായിട്ട് തന്നെ കൊടുക്കണം. പബ്ലിക്കായിട്ട് കൊടുക്കാണ്ട് നമുക്ക് ഒറ്റ ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് അല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാം. പക്ഷെ പബ്ലിക് അല്ലാണ്ട് ചെയ്തെങ്കിൽ ഇത്തിരി വേറെ പ്രശ്നങ്ങളൊക്കെ അതേതായ രീതിയിൽ ഉണ്ടാവും, ഇൻഹെറിറ്റൻസ് നമ്മളൊക്കെ പ്രശ്നം വരും. അപ്പോൾ പബ്ലിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ മെയിൻ എഴുതേണ്ടി വരും പബ്ലിക്കായി കൊടുക്കുമ്പോൾ. അപ്പോൾ പബ്ലിക്കായി കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ എഴുതേണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ മിക്ക സമയമാണ് പാക്കേജസ് നമ്മൾ മെയിൻ എഴുതാറില്ല. കാരണം പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു ബോയിലർ പ്ലേറ്റ് പോലെ നമ്മൾ എടുക്കല്ലേ ചെയ്യാറ്, എന്നിട്ട് നമ്മുടെ ശരിക്കുള്ള പ്രോഗ്രാം കൊണ്ട് വെക്കല്ലേ. അപ്പം മെയിൻ പാക്കേജിനുള്ള എഴുതുന്നതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ മതി, പാക്കേജ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക, സെമിക്കോളൻ ഇടുക, എന്നിട്ട് നമുക്ക് വേണ്ട ക്ലാസ് എഴുതുക, അതിനുള്ള വേണ്ട മെത്തേഡ്സ് എഴുതുക. ഇത് നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആക്കിയിട്ട് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ മൾട്ടി ത്രെഡിങ് എന്ന ടോപ്പിക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ക്ലാസ്സാണ് വരുന്നത്, ത്രെഡ്സും വരുന്നുണ്ട്, റണ്ണബിളും വരുന്നുണ്ട്. രണ്ടിനും യൂസേജ് ഏറെക്കുറെ സെയിം തന്നെ. അതായത് പ്രോഗ്രാമിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള CPU ത്രെഡിലേക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സംഭവമാണ് ഇത് വരുന്നത്. അപ്പോൾ ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള എല്ലാ വേണ്ട ഫംഗ്ഷൻ സംഭവങ്ങളൊക്കെ അതിലുള്ള എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ റണ്ണബിൾ എന്ന് പറയുമ്പോൾ ആ കോഡ് കൊണ്ട് നമ്മളായിട്ട് എഴുതി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് റണ്ണബിൾ ഇത്രയും ഫ്ലെക്സിബിൾ ആണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാക്കേജ് ഉണ്ടാക്കുന്നു, ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം ഉള്ളത് നമ്മുടെ ഒരു മെത്തേഡ് കൊടുത്തു, അതിനുള്ളിലേക്ക് വേണ്ട ഡിഫൈൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വെക്കുക, നല്ല വൃത്തിയുള്ള ക്ലാസ് പാക്കേജ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഈ പാക്കേജിന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതായത് ഇമ്പോർട്ട് മൈ പാക്കേജ് ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നെയിം. അപ്പോൾ നമ്മുടെ പാക്കേജിനെയും ഡോട്ട് ടെസ്റ്റ് എന്ന് വിളിക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു പുതിയ ക്ലാസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് എങ്ങനെ നമ്മൾ ഇതിനെ കോൾ ചെയ്യാം, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നെയിം തന്നെ വെറുതെ കോൾ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ക്ലാസ്സിനെ റെഫർ ചെയ്യുന്നത്. ഇതാണ് ഒരു പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ ഇതിൽ കുറേ സംഭവം ഉണ്ടല്ലോ, ജാവ ഉണ്ട്, യൂട്ടിൽ ഉണ്ട്, ക്ലാസ് സ്കാനർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആലോചിച്ചിട്ടുണ്ട്, ജാവ എന്ന് പറയുമ്പോൾ ഒരു പാരന്റ് ക്ലാസ് ആണ്, യൂട്ടിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മിഡിൽ ആയിട്ട് എടുക്കും, സ്കാനർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചൈൽഡായിട്ട് വരും. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ജാവ ഡോട്ട് യൂട്ടിൽ എന്ന് പറഞ്ഞ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ ക്ലാസ്സാണ് നേരത്തെ ഞാൻ കാണിച്ച സാധനങ്ങൾ കണ്ടില്ലേ. അതായത് ഇതൊക്കെ ജാവ ഡോട്ട് യൂട്ടിനുള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ക്ലാസ്സുകളാണ്. അതിനൊക്കെ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് പാക്കേജസ് ആയിട്ട് കൊണ്ടുവയ്ക്കുന്നു. ഇപ്പോൾ ജാവയുടെ ഉള്ളിലുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, ജാവയുടെ ഉള്ളിൽ ഇഷ്ടം പോലെ വേറെ ഇതുണ്ട്. അതായത് AWT ഉണ്ട്, ആപ്ലെറ്റ് ഉണ്ട്. AWT ഒക്കെ നമ്മുടെ ഇതാട്ടോ, അതായത് യൂസർ ഇന്റർഫേസ് ഉണ്ടാകുന്നത്. IO ഉണ്ട്, ലാങ് ഉണ്ട്. കണ്ടില്ലേ, ഇഷ്ടം പോലെ സംഭവമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു ഓർഗനൈസ് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയുള്ള പാക്കേജസ്.